ഏറ്റവും കൂടുതൽ എത്ര നേരം പട്ടിണി കിടന്നിട്ടുണ്ടോ? ഞാനോ? എനിക്ക് കിടന്നിട്ടുള്ളത് ഇങ്ങനെ ഈ നാട് വിട്ടുപോയി കോഴിക്കോട് അരിഞ്ഞു നടക്കുന്ന സമയത്ത് ഒരു ദിവസം പിന്നത്തെ ഒരു പകല് ഒരു 46-47 മണിക്കൂർ തുടർച്ചയായിട്ട് പട്ടിണി കിടന്നു. 2 ദിവസം എന്ന് പറയാം. വെള്ളം കുടിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നോമ്പൊക്കെ നോക്കിയിട്ടുള്ള ആളല്ലേ? വളരെ ചെറുപ്പത്തിൽ, നല്ല ചെറുപ്പത്തിൽ. അപ്പം പക്ഷെ നോമ്പിന് അങ്ങനെയല്ല. നോമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്. ഇപ്പോൾ ആ വിശ്വാസം നിങ്ങളെ മുന്നോട്ട് നയിക്കും. അപ്പൊ എന്റെ ഭാര്യയൊക്കെ നോമ്പ് എടുക്കുന്ന ആളാണ്. ഞാൻ അന്തം വിട്ടു പോയി. ഇപ്പൊ ഈ വേനൽ നമുക്കറിയാലോ, അടുത്ത വേനൽ എൻ്റെ മക്കളും എടുക്കുന്നവരും എടുക്കാത്തവരുണ്ട്, അതല്ല വിഷയം. പക്ഷെ എടുക്കുന്നവരുടെ ഉള്ളിൽ ശക്തമായ വിശ്വാസം ഉള്ളതുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പട്ടിണി എന്ന് പറയുന്നത് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണല്ലോ. ആർക്ക്? മലയാളിക്കല്ലേ? മലയാളിക്ക്, നമ്മളെ കാണുന്ന ആളുകൾ. ഇങ്ങനെ 46 മണിക്കൂർ പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ പോകുന്ന ഒരു മനോവ്യാപാരം ഉണ്ടാവല്ലോ, അതെന്താണ്? ഒരു 24 മണിക്കൂർ വരെ ഒന്നും വലിയ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കും, കാരണം മുമ്പും പട്ടിണി കിടന്നുണ്ടാവുന്ന. പക്ഷെ 24 മണിക്കൂർ കഴിയുമ്പോൾ എന്താ നിങ്ങളുടെ മുമ്പിൽ ഭക്ഷണം എന്നുള്ള ഒറ്റ പ്രേരണ ഉണ്ടാവുള്ളൂ, ഒരു ചിന്ത, ഒരു ലക്ഷ്യം. അതെവിടെ കിട്ടും? ഞാൻ HLVP എടുത്ത് തന്നിട്ടുണ്ട് കോഴിക്കോട് ഹോട്ടലിന്. അന്ന് സിമെന്റിന്റെ HLVPകൾ വെക്കും. അതിൽ അന്ന് ഇലയിലാണ് ഊണ് കൊടുക്കുക. അപ്പോൾ ഇലയോടെ കഴിക്കുന്ന ആളെ അധികം കൊണ്ടിട്ട് അന്നൊക്കെ ഒരു ശീലം. അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തിടും. മിക്കവാറും ഹോട്ടലിൽ കഴിക്കുന്നവരെ HLVP ഇട്ടിട്ട് അവിടെ തന്നെ കൈ കഴിയും. ടാപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ സാധനം എടുത്തു ഞാൻ ഭക്ഷണം എന്നുള്ളൊരു ഒറ്റ ചിന്ത, നിങ്ങളെ പ്രേരണ, സകല പ്രേരണ. നിങ്ങൾക്ക് അവിടെ ഒന്നുമില്ല, സെക്സ് പോലും ഇല്ല. ഒരു ലോകസുന്ദരി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നാൽ പോലും നിങ്ങൾ കേൾക്കില്ല. എൻ്റെ പ്രായമല്ല, നമ്മളെ ഈ പ്രായത്തിലായപ്പോഴും 24 മണി നിങ്ങൾ പറഞ്ഞ ഒരു സമയം പരിധി കഴിഞ്ഞാൽ ഭക്ഷണം എന്നുള്ള ഒറ്റ ലക്ഷ്യം ഉണ്ടാവുള്ളൂ. തനി മൃഗത്തിൻ്റെ അവസ്ഥ. ഒരു മൃഗം വിശന്നാൽ എന്തൊക്കെ കാണിക്കും അതൊക്കെ മനുഷ്യൻ കാണിക്കും. ചിലപ്പോൾ അക്രമാസക്തരാകും. എന്നുവെച്ചാൽ ഞാൻ വളർന്ന സംസ്കാരം അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അക്രമാസക്തനാൻ വേണ്ടി വന്നില്ല. 36 മണിക്കൂർ വരെ അത് ആശ്വാസം ഉണ്ടാവുക. ഇച്ചിരി മാനക്കേടുണ്ടെങ്കിൽ നമ്മൾ എച്ചിലെടുത്ത് നിന്നുകൊണ്ടാണ്. അതിൽ ചോറുണ്ടാവുമല്ലോ. എന്ത് ചെയ്യുന്ന ഞാൻ പറഞ്ഞു ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ അതിലൊരു വിഷമം ഉണ്ടാവും, പക്ഷെ എന്നാലും അല്ല, വിഷമമൊന്നുമില്ല. നമ്മളൊരു ഘട്ടത്തിലൂടെ കഴിഞ്ഞു പോകുന്നു. അന്നും വിഷമം ഉണ്ടാക്കിയില്ല, ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ വിഷമമല്ല. ഉണ്ട്, ഞാൻ പറയില്ലല്ലോ ഈ കാര്യം. വിഷമമല്ല, ഒരു ജീവിത അവസ്ഥയാണ് അത്. ഇപ്പോഴും കേരളത്തിലല്ലെങ്കിലും അങ്ങനെ 24 മണിക്കൂറിനപ്പുറം പട്ടിണി കിടക്കുന്നവർ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഇന്ത്യ തന്നെ ഇല്ലേ? ഉണ്ട്. ഇപ്പൊ കുംഭമേളയുടെ ആ റൊട്ടി എന്തുകൊണ്ടല്ലോ, ഒരു പ്രസാദം പോലത്തെ, അത് സൂക്ഷിച്ച് വെച്ച് വർഷങ്ങളോളം അടുത്ത കുംഭമേള വരെ ഉപയോഗിക്കുന്ന വീടുകളുണ്ട് നമ്മളെ ഉത്തരേന്ത്യയിൽ. അതിൻ്റെ വീഡിയോയും ഞാൻ കണ്ടു, ഞാൻ പുസ്തകത്തിൽ വായിക്കുകയും ചെയ്തു. അപ്പോൾ അത് ഒരു എന്താ പറയുക, നിങ്ങളെ പറഞ്ഞ ഫീലല്ല ഉണ്ടാവുക. ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. അത് റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിച്ചു കഴിഞ്ഞു. ഞാൻ അനുഭവിച്ച കാര്യമാണല്ലോ, എന്നെ വിഷമിപ്പിക്കില്ല. പറയാനും എഴുതാനോ ഒന്നും അനുഭവിച്ചപ്പോഴും വിഷമിച്ചില്ല. കാരണം നമ്മുടെ ചിന്ത മുഴുവൻ ഭക്ഷണത്തിനാണ്. മറ്റൊന്നുമല്ല, എന്നെ ആര് ശ്രദ്ധിക്കണം അതൊന്നൊരു വിഷയമല്ല എനിക്ക്. 14 വയസ്സുള്ള കുട്ടി, 14 വയസ്സുള്ള കുട്ടി. അപ്പോൾ വിഷന്നാൽ ഭക്ഷണം എന്നുള്ള ഒരൊറ്റ ചിന്ത. നിങ്ങളെ വേറെ കുറച്ചെങ്കിലും നിറഞ്ഞാൽ പ്രായപൂർത്തിയായ ആളാണെങ്കിൽ അടുത്ത ചിന്ത സ്വാഭാവികമായിട്ടും സെക്സ് അല്ലേ, അങ്ങനെ വരും. എന്നിട്ടേ നിങ്ങൾക്ക് കവിതയും സാഹിത്യവും ചരിത്രവും ദർശനവും ഒക്കെ വരത്തുള്ളൂ. ആദ്യം വിശപ്പ്, പിന്നെ കാമം. ഈ അടിസ്ഥാന ഊർജ്ജം ഈ രണ്ടെണ്ണത്തിന് തൃപ്തി കിട്ടണം. അത് കിട്ടാതെ, ഈ ലൈംഗികതയ്ക്ക് തൃപ്തി കിട്ടാതെ മാനസിക രോഗമായ എത്രയോ ആളുകളെ എനിക്കറിയാം. അല്ല, ഈ ലൈംഗികത എന്ന് പറയുന്നത് ഇതിനേക്കാളും ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണല്ലോ. ആണ്, പക്ഷേ അതിന് നിങ്ങളെ വയറ് നിറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, വിശപ്പ് മാറണം. വിശപ്പ് മാറി. വിശപ്പ് മാറി എന്ന് തന്നെ വിചാരിച്ചു. അടുത്ത വികാരം അതാണ്. ശരി, വിശപ്പ് മാറി. വർഷങ്ങളായി ഒരു ഇണയെ കിട്ടുന്നില്ല. പലരും സ്വയംഭോഗം പോലും ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് മതത്തിന്റെ ചട്ടക്കൂടുകളിൽ നിൽക്കുന്ന ആളുകൾ, ഇതുകൊണ്ട് കുറ്റബോധം ചിന്തിക്കുന്ന ആളുകൾ, അവരുടെയൊക്കെ മാനസികാവസ്ഥ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ കൂടെ പോയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പോകേണ്ടി വരും. മാത്രമല്ല, നിങ്ങൾ ഈ സ്വയംഭോഗം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വപ്നസ്ഖലനം ഉണ്ടാവാം. ഓട്ടോമാറ്റിക്കലി ശരീരം പ്രതികരിക്കും. അപ്പോൾ അവിടെ അബോധത്തിൽ സമനം കിട്ടിക്കഴിഞ്ഞു. പിന്നെ ശുക്ലസഞ്ചി നിറഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് ആ വികാരം ഉൽപ്പാദിപ്പിക്കാം. ഒരു വീഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തിരി സമയം വേണം. ശുക്ലസഞ്ചിയിൽ എന്തെങ്കിലും സംഭവിക്കണമല്ലോ, അതുവരെ സ്വയംഭോഗം ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ അവിടെ നിൽക്കും. അപ്പോൾ ഒരു പ്രത്യേക വിഭാഗം പറയുന്നില്ല, അവർക്ക് സംഭവിക്കുക സ്വപ്നസ്ഖലനാണ്. അത് അതുപോലും പാവമായിട്ട് കരുതുന്ന ആളുകളുണ്ട്. അയ്യോ, ഇത് സംഭവിച്ചു പോയല്ലോ എന്നുള്ള. അപ്പോൾ കുറ്റബോധം. അതെ, അത് അവരെ മതവിശ്വാസം ഒന്നും ചെയ്യാതെ മതവിശ്വാസത്തിനെതിരായി പോയല്ലോ എന്നുള്ള കുറ്റബോധം. അപ്പോൾ ഒന്നും കൂടി അവർ വിഷാദത്തിലേക്കും മറ്റു പിരിമുറുക്കത്തിലേക്കും പോകുന്നു. പക്ഷേ അപ്പുറത്ത് വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രം അവരത് മുറുകെ പിടിച്ച് നിൽക്കുന്നു. അവർ നമ്മളെ പോലെ ഉടായ്പ വിശ്വാസികളല്ല, യഥാർത്ഥ വിശ്വാസികളാണ്. അവർ നമ്മൾ അങ്ങനെ അംഗീകരിച്ചു കൊടുക്കണം. വിശ്വാസത്തിലുണ്ട് ഉടായ്പ. അത് വലിയ ലൈംഗികോർജ്ജത്തിന്റെ ഓൾമോസ്റ്റ് 90% ഡൈവേർട്ട് ആക്കണ്ടേ, അല്ലാതെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഈ ചോദ്യം ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഈ കാരശ്ശേരിയിലോട്ട് തിരിച്ചു വരാം. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, കാരശ്ശേരി മാഷ്, ഗാന്ധി ഇത്രയൊക്കെ
ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തിനായിരുന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇതാണ്, ഈ ക്രിയേറ്റീവ് ഫോഴ്സിനെ പരമാവധി ഉപയോഗിച്ചു. അതൊക്കെ നടപ്പിലാവുന്ന കാര്യമാണ്. അപ്പോൾ അത് തെളിവല്ലേ നമുക്ക് ഗാന്ധിജി. ഇനിയും നമ്മൾ അപ്പോൾ ലോകം ചോദിച്ചാൽ നടക്കുമോ? ഗാന്ധിജി സെക്സ് നിർത്തി വെച്ചിട്ട് വർഷങ്ങളോളായില്ലായിരുന്നു ഭാര്യയുമായിട്ടുള്ള. അതായത് അച്ഛൻ മരിക്കുമ്പോഴും അമ്മ മരിക്കും, ആ ഒരു സിറ്റുവേഷനിൽ ഗാന്ധിജിയാണ് ചെയ്തായിരുന്നു. അതിൽ നിന്നുണ്ടായ ഒരു ഇതും പിന്നെ അദ്ദേഹത്തിൻ്റെ ചിന്താധാരയിൽ വന്ന മാറ്റം കൊണ്ടും അത് ലൈംഗികതയുടെ അദ്ദേഹം മാറ്റി നിർത്തി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആളായി മാറാൻ കഴിഞ്ഞത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനത്തെ സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് ഒറിജിനൽ വിശ്വാസികൾ, ഇവരെയൊക്കെ സമൂഹത്തിന് അവരോട് വല്ല റെസ്പെക്റ്റും ഉണ്ടാവും. മനസ്സിലായി, അവർക്ക് സമൂഹത്തോടുണ്ടോന്നോ? സമൂഹത്തിന് അവരോട് അതുണ്ടായ എല്ലാവരും വിശ്വാസികളെ അങ്ങനെ തന്നെ കാണാം, അങ്ങനെ തന്നെയല്ലേ കാണുന്നത് തന്നെ കാണാം. പക്ഷെ അതിൽ അവർക്ക് പരാതിയില്ല. അവർ ഹാപ്പിയാണ്, അവരവരുടെ ഉള്ളിൽ ഹാപ്പിയാണ്, ദൈവത്തോട് അടുത്തവരാണെന്നുള്ള ചിന്ത അവർക്കുണ്ട്. മരിച്ചുപോയാൽ സ്വർഗം കിട്ടും എന്നുള്ള വിശ്വാസം, ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. ഉറച്ച വിശ്വാസമുണ്ട്. ആ വിശ്വാസം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, കിട്ടുന്നില്ല പിന്നത്തെ വിഷയമാണല്ലോ. നമുക്ക് ആർക്കും അറിയില്ലല്ലോ എന്നുള്ളത്, അവർക്കും അറിയില്ല നമുക്കും. പക്ഷെ അവർക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പിന്നെയും ദൗർബല്യം വരെ ഇത് വിശ്വാസമില്ലാത്തവർക്ക്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഭൗതികവാദിയുടെ മണ്ണ് പോയി, ആത്മീയവാദിയുടെ ആകാശമില്ല, നടുവില്ല ഞാൻ. അപ്പോൾ എനിക്ക് ദൗർബല്യങ്ങൾ വന്നേക്കാം. വിശ്വാസിയല്ല അവിശ്വാസി അല്ലാതെ നടുവ് നിൽക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവാം എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? അപ്പൊ എന്റെ ആകാശം ആത്മീയത ഒരു ആകാശമാണ്, സ്വപ്നം കാണാൻ അതും ഇല്ല. ഏറ്റവും ഉറച്ചൊക്കെ മണ്ണ് എനിക്ക് ചവിട്ടി നിൽക്കുന്ന ഭൗതികതയുടെ മണ്ണും പോയി. അങ്ങനെ നിൽക്കുന്നവർക്ക് ജീവിതത്തിൽ ദൗർബല്യങ്ങൾ സംഭവിച്ചാൽ പോലും വിശ്വാസിക്ക് സംഭവിക്കില്ല. അവന് ഉറച്ച വിശ്വാസമുണ്ട്. ഈ ആളുകൾ കനലിലൂടെ നടക്കുന്നുണ്ടല്ലേ നിങ്ങള്? ആ വിശ്വാസത്തിന്റെ ഫലമാണ്. പൊള്ളും പൊള്ളില്ലാതെ അവർ വേദന അറിയുന്നില്ല. വേദന അറിയേണ്ട നമ്മൾ സെൻസറുകളല്ലേ. അപ്പൊ ആ സെൻസറെ പോലും സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് വിശ്വാസത്തിന്. അങ്ങനെ എടുത്താൽ മതി മതത്തെ, മതവിശ്വാസങ്ങളെയും. വിശ്വാസികളെ പഠിക്കണ്ട നമ്മളെ. ഈ പുതിയ നിരീശ്വരവാദികള് ഈ മതവിശ്വാസികളെ ഒരു പരിധി വിട്ട് പരിഹസിക്കുന്നത് വിശ്വാസം ഇല്ലാത്തവർക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമായിട്ട് മനുഷ്യരായിട്ട് പരിഗണിക്കുക അവരെ. നിങ്ങളൊരു യുക്തിവാദിയാണെങ്കിൽ ആ മനുഷ്യൻ മതവിശ്വാസി നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് എൻ്റെ അത്ര യുക്തിയ മനുഷ്യനില്ല. നിങ്ങൾ അറിവ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുക. പരിഹാസം ഒരു പരിഹാരമല്ല. സ്റ്റേജ് കെട്ടിയിട്ട് മൈക്ക് കെട്ടിയിട്ട് വിശ്വാസിയെ പരിഹസിച്ചിട്ട് എന്ത് ഗുണം കിട്ടാൻ? യുക്തിവാദിക്കും ഗുണം കിട്ടുന്നില്ല, വിശ്വാസിക്കും ഗുണം കിട്ടുന്നില്ല. അതേസമയം നിങ്ങളൊരു ലക്ഷ്യം മുന്നിൽ വെച്ചിട്ട് ആ വ്യക്തിയെ പറഞ്ഞു മനസ്സിലാക്കാമല്ലോ കാര്യങ്ങൾ. അല്ല, അത് വേറൊരു കുഴപ്പമുണ്ട്. ഈ ഒരു വിശ്വാസത്തെ നമ്മൾ അങ്ങനെ പരിഹസിക്കുമ്പോൾ മറ്റ് മതങ്ങളിലെ ഈ വർഗീയവാദികൾ സന്തോഷിക്കുന്നു. അവർക്കത് ഗുണം ചെയ്യും. അത് അങ്ങനെയാണല്ലോ അതിൻ്റെ എന്തും വരെ ഏത് മതമാണെന്നുള്ളതല്ല. അങ്ങനെ നമ്മളെ പല പേരുകെട്ട യുക്തിവാദികൾ വന്നിട്ട് ഗതികേട് വന്നില്ലേ അടുത്ത കാലത്ത്? അങ്ങനെ തന്നെ സംഭവിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. അല്ല, പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം, അതുകൊണ്ടാണ് പേര് പറയാത്തത്. നിങ്ങളെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് കറക്റ്റ്. ഒരു മതത്തിലെ വിശ്വാസികളെ പരിഹസിക്കുമ്പോൾ വർഗീയ മനസ്സുള്ള മറ്റു മതവിശ്വാസികൾക്ക് ഹാപ്പിയായി. ഇയാളെ പിന്തുണയ്ക്കാനും കൂടി അവർ തയ്യാറാവും. ചിലപ്പോൾ വേദി കെട്ടിക്കൊടുക്കും. അദ്ദേഹത്തിന് അവസരങ്ങൾ അതേപോലെ അത് ഓപ്പോസിറ്റും സംഭവിക്കാം, അങ്ങനെ ഉണ്ടാവും, അപ്പുറത്തും സംഭവിക്കാം. അപ്പൊ ഞാൻ പറയുന്നത് ഇവർ പരസ്പരം അടിച്ചോട്ടെ. മനുഷ്യനെ വെറുതെ വിടുക. മനുഷ്യന് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അവന്റെ സ്വസ്ഥത, മനസ്സമാധാനത്തോടെ ഒരു മനുഷ്യനാണോ പെണ്ണോ ഉറങ്ങാൻ കഴിയുക. സ്വസ്ഥത അത്ര മതി, അത് വലുതാണ്. അത്ര ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പിയാണ്. അതിന് നമുക്ക് അംബാനി, അദാനി, ഗാന്ധിജി ഒന്നും ആവണ്ട. ഇതൊക്കെ കിട്ടിയിട്ട് ഈ എല്ലിന്റെ ഇടയിൽ കുത്തുന്നവരാണ് വലിയ പ്രശ്നക്കാരാണ്. അവരെന്നെയാണ് പ്രശ്നക്കാര്. അല്ലാതെ ഭക്ഷണം തേടുന്നവനും വസ്ത്രം തേടുന്നവനൊക്കെ എവിടെയാ ഇതിന് സമയം? എവിടെ നിങ്ങളെ മതത്തെ പരിഹസിക്കാൻ നേരം, നിങ്ങളെ വിശ്വാസത്തെ പരിഹസിക്കാൻ എവിടെയാ നേരം? യുക്തിവാദിയാണെങ്കിൽ പോലും അവന് നല്ല സ്റ്റേജിൽ വേണം. അവന് സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിൽ സ്റ്റേജ് കിട്ടി പ്രസംഗിക്കാൻ സമയമില്ല. അവന് കുഴപ്പം പോയിട്ടുണ്ട്. അതിനുള്ളൊരു ഭദ്രത ഉള്ളത് കൊണ്ടാണ് വിശ്വാസത്തെ പരിഹസിക്കാൻ പറ്റുന്നത് യുക്തിവാദിക്ക്. അല്ല, ഞാൻ എൻ്റെ ഒരു വേണമെങ്കിൽ ഒരു പൊടി എക്സ്ട്രീം എന്ന് പറയാവുന്ന ഒരു വിശ്വാസി എന്നോടൊരിക്കൽ പറഞ്ഞു, മിക്കവാറും യുക്തിവാദികൾ ഗവൺമെന്റ് ജോലിക്കാരായിരിക്കും. അതെ, സുരക്ഷിതമായ ശമ്പളം ഉണ്ട് സുഹൃത്ത്, ബോണസ് ഉണ്ട്, അലവൻസ് ഉണ്ട്, അവധികളുണ്ട്. അവർ സേഫാണെന്ന്. ഒരു സേഫ് കോണിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് എന്തിനും പരിഹസിക്കാം, എന്തിനും വിമർശിക്കാം. നിങ്ങൾ യാഥാർത്ഥ്യത്തിന് നടുവിലേക്ക് ഇറങ്ങി വരിക. നിങ്ങൾ വിശക്കുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ എന്തിൻ്റെയും മൂല്യം നിങ്ങൾക്ക് മനസ്സിലാവുക. നിങ്ങൾ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറണം ആദ്യം. എല്ലാ സമൂഹത്തിനും അത് എല്ലാവർക്കും അത് കിട്ടണം. അത് കിട്ടാത്ത പ്രശ്നം നല്ലോണ്ടല്ലോ. അപ്പോൾ എന്നോട് ചോദിച്ചാൽ അതാണ് പരിഹരിക്കപ്പെടേണ്ടത്. ഒരു യാന്ത്രികമായ ഒരു ഭൗതികവാദമല്ല യുക്തിവാദം. ചുമ്മാ നമ്മൾ സ്റ്റേജ് കെട്ടിയിട്ട് വിശ്വാസികളെ പരിഹസിക്കുന്നു എന്ന് വെച്ചാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈശ്വരൻ ഇല്ല എന്നവന് 100% ഉറപ്പാണ്. ഇല്ലാത്ത സാധനത്തിന് ഇല്ല എന്ന് തെളിയിക്കാനാണ് ഇത്രയും കാശ് ചിലവാക്കുന്നത്, അല്ലേ? അല്ല, യുക്തിവാദിയെ സംബന്ധിച്ചെങ്കിലും ദൈവം ഇല്ല.
അവന് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുക, ഇല്ലാത്ത സാധനത്തിന് ഇല്ല എന്ന് തെളിയിക്കാൻ, ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവന് ഉണ്ട് എന്ന് തെളിയിക്കാൻ ഒരു ബാധ്യതയാണ്. ഇല്ല എന്ന് വിശ്വസിക്കുന്നവൻ എന്തിനായിരിക്കാം സ്റ്റേജ് കെട്ടി ഇവരെ പരിഹസിക്കുന്നത്? വിശ്വാസിയെ സംബന്ധിച്ചവൻ ഉണ്ട് എന്ന ആളായതുകൊണ്ട് അവർ തെളിയിക്കണം, നിർബന്ധിത ബാധ്യതനായി അവൻ. അല്ല, ഇവരുടെ ഉദ്ദേശം എന്തായിരിക്കാം? അവർക്ക് ആരാ ഫണ്ട് ചെയ്യുന്നത്? ഇവിടെ നിന്നൊക്കെ ഒരു കാശ് കിട്ടുന്നത് വലിയ കൂറ്റൻ ഫ്ലക്സുകൾക്കും വേദികൾക്കും ഇവിടെ നിന്നാണ് ഫണ്ടിങ് കിട്ടുക. അപ്പോൾ അത് താല്പര്യമുള്ള മറ്റു ശക്തികൾ ഉണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഉണ്ടാവാം. അല്ലെങ്കിൽ ഇത്തരം കൂറ്റം ഫ്ലക്സും സ്റ്റേജും സെറ്റപ്പും നമ്മൾ കാണാറുണ്ടല്ലോ, അവരുടെ വേദികളോ പരിപാടികളോ ഒക്കെ, അതിൻ്റെ ഓഡിയോ വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ ഇവിടെ നിന്ന് അതിന് കാശ് സ്വന്തം ശമ്പളം എടുത്താലും അത് ചെയ്യില്ല. ചെയ്യോ? ഒരു ഗവൺമെൻറ് സ്റ്റാഫാണെങ്കിൽ യുക്തിവാദിയാണെങ്കിൽ പോലും അവൻ്റെ സമയം ഒരു പരിധിയില്ലേ എടുക്കുന്നതിനൊക്കെ. ഒരു സേഫ് കോർണറിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് എന്തിനും വിമർശിക്കാം, ആരെയും വിമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തെ തുടർന്ന വിഷയങ്ങൾ വരുമ്പോൾ അപ്പോഴാവും പല യുക്തിവാദികളും അവസാന ഘട്ടത്തിൽ വിശ്വാസിയാവുമല്ലോ. ഒന്നുകിൽ അസുഖം വരാം. സായിബാബയുടെ ഭക്തന്മാരായവരുണ്ട്, വെള്ളത്തൂവൽ സ്റ്റീഫൻ അവസാനന്ദ പാതിരിയോ എന്തൊക്കെയായി മാറി. ഒരു കാലത്തെ നക്സലൈറ്റുകളും യുക്തിവാദികളും പലതുമായി മാറി. അപ്പോൾ അവരെ വാർദ്ധക്യം അവരുടെ ജീവിതത്തെ തൊട്ടു, ആരോഗ്യം പോയി, വാർദ്ധക്യം അസുഖങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ കുറച്ചാളുടെ കാര്യത്തിൽ നക്സലിസത്തിൻ്റെ സ്വപ്നം നഷ്ടപ്പെട്ടു. അവരെ വിപ്ലവത്തിന് ഇറങ്ങി സ്വപ്നം നഷ്ടം അവരെ വല്ലാത്ത നിരാശയിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് ഡിപ്രഷനിലോട്ടൊക്കെ. അപ്പോൾ ഞാൻ പ്രശ്നമോചനത്തിൽ വിശ്വാസത്തിലോട്ട് നേരെ ചാടി. സായിബാബയുടെ ഭക്തനാരായിരുന്നു, എനിക്ക് പേര് കൃത്യമായിട്ട് വെള്ളത്തുള്ളി സ്റ്റീഫനാണോ ഒരു സായിബാബ ഭക്തനുണ്ട്, നക്സലൈറ്റാണ്, യുക്തിവാദിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ യുക്തിവാദികളെ നാളത്തെ ഗതി എന്താവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല. കാരണം അവരിപ്പോൾ സേഫാണ് എല്ലാ അർത്ഥത്തിലും. അവർക്ക് ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, സഞ്ചരിക്കാൻ സ്ഥിരീകരിച്ച വാഹനമുണ്ട്, കിടക്കാൻ സ്ഥിരീകരിച്ച വീടുകളുണ്ട്. അപ്പോൾ അവർക്ക് ഈ പാവം വിശ്വാസികളെ പരിഹസിക്കാം. വിശ്വാസി എന്ന് വെച്ചാൽ അടിസ്ഥാന മനുഷ്യരെ ഞാൻ പറയുന്നത്, വിശ്വാസത്തിന് എന്ന് വെച്ചാൽ നിത്യജീവിതം പോറ്റാൻ വേണ്ടിയിട്ട് കൂലിപ്പണിയെടുക്കും. ഈ പുരോഹിതന്മാരല്ല അല്ല അതാ പുരോഹിതന്മാർ കാട്ടിക്കൂട്ടുന്നതിന് കയ്യും കണക്കും ഇല്ലല്ലോ. ഈ പുരോഹിതന്മാരെ കാര്യമായിട്ട് വിമർശിക്കുന്നത് നിങ്ങൾ കണ്ടുക്കണം, വളരെ അപൂർവമായിട്ട് വിമർശിക്കൊള്ളുന്നത്. ഈ പാവം വിശ്വാസിയെ പരിഹസിക്കുക, അമ്പലത്തിൽ പോകുന്നവൻ, പള്ളിയിൽ പോകുന്നവൻ, ചർച്ചിൽ പോകുന്നവൻ, അവൻ്റെ മനസ്സമാധാനത്തിനാവാതെ, അത് അപകടമല്ല എന്ന് ഞാൻ പറയും. പിന്നെ മാത്രമല്ല വേറൊരു പുതിയൊരു ഇത് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, ഉദാഹരണത്തിനൊരു നടി അടുത്ത കാലത്തൊരു അഭിമുഖത്തിൽ ആളുടെ വിശ്വാസത്തെ പറ്റി പറയുകയും അതിനെപ്പറ്റി ട്രോളുകളുടെ മഴകളാവുകയും ചെയ്തിരുന്നു. അത് ശ്രദ്ധിച്ചിരുന്നോ എന്നറിയില്ല. ഒരുതരം അദ്വൈതം പോലെ എന്തൊക്കെയോ പറഞ്ഞു കാട് കയറി. അതാണ്. അതെ. അപ്പൊ അത് അത്രയൊക്കെ പരിഹസിക്കാൻ ആവശ്യമുണ്ടോ? അല്ല, ഞാൻ പറയുന്ന ആവശ്യമില്ല. അവരവരുടെ കാര്യങ്ങളല്ലേ പറയുന്നത്. അവരുടെ വിശ്വാസം അവർക്ക് ശരി എന്ന് തോന്നുന്ന ദർശനത്തെ പറ്റിയാണ് അവർ പറയുന്നത്. നിങ്ങൾക്കതിൽ ഗണ്ഡിക്കാം. പരിഹസിക്കുന്ന എങ്ങനെയാണ്? ആ വാദത്തെ നിങ്ങൾ ഗണ്ഡിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഗണ്ഡിക്കാം ഒരു അഭിമുഖത്തിലൂടെ. പക്ഷെ അവർ പരിഹസിക്കുന്ന വ്യക്തിഹത്യയാണല്ലോ. ഒരു വ്യക്തിയെ ഹത്യ ചെയ്യുന്നത് എന്തിൻ്റെ പേരിലായാലും ശരിയല്ല. മതമോ രാഷ്ട്രീയമോ എന്തോ സാഹിത്യം എന്തോ ആട്ടെ. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെയാണല്ലോ ഓടുന്നത്. അല്ല, അത് വർക്കൗട്ട് അതേ ആവുള്ളൂ. നിങ്ങളൊരു നെഗറ്റീവ് കമൻറ്റ് ഇട്ടാലും നിങ്ങൾക്ക് ലൈക്ക് കിട്ടത്തുള്ളൂ, നിങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടുള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്നോടൊരു അശ്ലീല ചോദ്യം ചോദിച്ചു, ഞാനൊരു അശ്ലീല മറുപടി പറഞ്ഞു. കുറച്ച് ലൈംഗിക അവയവങ്ങളൊക്കെ വിവരണമൊക്കെ ഞാൻ അങ്ങ് സാഹിത്യ ഭാഷയിൽ നടത്തി കഴിഞ്ഞാൽ വൈറലായി. ചാനലും വൈറലായി, ഞാനും വൈറലായി. എനിക്ക് കിട്ടാനുള്ള ഏറെ എനിക്കും കിട്ടും, നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കും കിട്ടും. മലയാളിക്ക് മാത്രമുള്ള ഒരു ഗുണവും ദോഷം കൂടിയാണ് അത് കേട്ടോ. എല്ലാവരും അങ്ങനെയല്ല. നിങ്ങൾ തമിഴന്മാരുടെ സെക്ഷനെ പറ്റി സംസാരിച്ച് നോക്കുക, അവർ കൂളായിട്ട് സംസാരിക്കും, മടിയില്ലാതെ. ലൈംഗിക അവയവങ്ങളുടെ പേര് അവർ പറയും, തെറിയായിട്ട് അധികം വളരെ കുറച്ച് അവർ ഉപയോഗിക്കുള്ളൂ. പക്ഷെ മലയാളിൻ്റെ തെറി മുഴുവൻ ലൈംഗിക അവയവങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ. പരസ്യമായിട്ട് കുറച്ചേ ഉള്ളൂ. എന്തായാലും ലൈംഗിക അവയവം എങ്ങനെ തെറിയാവാന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. വളരെ ഒരു രസകരമായ ഒരു ആശയത്തിലോട്ടാണ് ഇപ്പോൾ എന്നെ കൊണ്ടുപോയത്. എന്താ? അതായത് എനിക്ക് എപ്പോഴും തമിഴിനും മലയാളിയും തമ്മിലുള്ള ഒരു കണ്ടമാനം സാമ്യങ്ങളുണ്ട്, കണ്ടമാനം വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, തമിഴൻ ബഹുമാനിക്കാൻ പഠിച്ചിട്ടുള്ള ആളാണ്. അവനാരും കയറി സാറെന്ന് വിളിക്കണം നിങ്ങൾ ആദ്യം അല്ലേ? നിങ്ങൾ വഴി ചോദിച്ചു നോക്കൂ, സാർ സ്ട്രൈറ്റാ പോയി കൊഞ്ചം ലെഫ്റ്റ് തിരുമ്പുക സാർ, 3 സാർ പറഞ്ഞിട്ടുണ്ടാവാൻ. ആ സാറ് മാത്രമല്ല സ്ത്രീകളെ അതുമാണ് സ്ത്രീകളെ ബഹുമാനിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അല്ലേ? അങ്ങനെ തന്നെ വിളിക്കാം. അത് ആദ്യം തൊട്ടേ അങ്ങനെയാണോ? അതോ തമിഴ്നാട്ടിലെ? എൻ്റെയൊക്കെ ഓർമ്മയിൽ അങ്ങനെയാണ്. സ്ത്രീകൾക്ക് കിട്ടുന്ന റെസ്പെക്ട് ഇവിടെയൊക്കെ അനുഭവിക്കുന്ന അത്തരം ഒരു താഴ്ത്തിക്കെട്ടലോ പീഡനോ ഒന്നുമില്ല. ഒന്നാമത് ഞാൻ കണ്ട മനുഷ്യർ അടിസ്ഥാന വർഗത്തിലുള്ളവർ, അധ്വാനിക്കുന്നവർ, തൊഴിലാളികൾ. അപ്പോൾ ഇവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാവും. സ്ത്രീകൾക്ക് അവർ പണിയെടുക്കുന്ന കാശ് അവരെ കയ്യിലുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെ ഞാൻ ജീവിച്ച പരിസരങ്ങളിലുള്ള സംസ്കാരം അധികം നാടാർമാരാണ്, നാടാർ സമുദായത്തിൽപ്പെട്ടവർ. പിന്നെ ജാതിയിൽ ഏറ്റവും താന്നവർ എന്ന് വെച്ചാൽ നമ്മളെ സൂര്യയുടെ സിനിമയിലൊക്കെ കണ്ടില്ലേ, പെരിച്ചായി ചുട്ടുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട. അതിപ്പോൾ അവിടെ ഈ കപ്പക്കണ്ട ഉണ്ടാവുമല്ലോ, പൂള എന്ന് ഞങ്ങൾ മലപ്പുറം ഭാഷയിൽ പറയും, മരിച്ചിനി. കണ്ടങ്ങളൊക്കെ പെരിച്ചായി ചുട്ടു നിന്ന് പണിയെടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ എന്ന് വെച്ചാൽ ഇവരും മദ്യപിക്കും, പുരുഷനും മദ്യപിച്ച് വരും. അപ്പോൾ ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടടിക്കും.
ആ പേടി ഉള്ളതുകൊണ്ട് അവിടെ ഇങ്ങോട്ട് അടിയില്ല. ആരോഗ്യമുണ്ട്, അവരുടെ കാര്യങ്ങൾ നടത്താൻ കാശുണ്ട്. മലയാളത്തിലൊക്കെ അടിസ്ഥാനപരമായ സ്ത്രീകളുടെ കയ്യിൽ അവർ സ്വന്തം ആവശ്യം, ഒരു അടിവസ്ത്രം വാങ്ങണമെങ്കിൽ പോലും ഭർത്താവിനെയോ അച്ഛനെയോ ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ട്. തമിഴ് സ്ത്രീകളെ സംബന്ധിച്ച് അന്നും ഇപ്പോഴും ഉണ്ടാവില്ല. ഇപ്പം എനിക്ക് അധികം ബന്ധങ്ങളില്ലല്ലോ അവിടെ, ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അറിഞ്ഞിടത്തോളം അവരെന്തെങ്കിലുമൊക്കെ തൊഴിലെടുക്കുന്നുണ്ടാവാം. ഇപ്പോൾ കുട്ടികൾ പഠിച്ച് വേറെ ജോലി ആ ലെവലായി, എന്നാൽ പോലും ഗ്രാമീണർ ഇങ്ങനെ തൊഴിലെടുക്കുന്നവരാണ്. എന്തെങ്കിലുമൊക്കെ ഈ ചാണകവരളി ഉണ്ടാക്കിയിട്ട് അത് വിൽക്കെങ്കിലും ചെയ്യും. ചതകത്തിക്കാൻ ഉപയോഗിക്കുന്നത് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, അതെങ്കിലും ചെയ്യും അവർ. നമ്മളിവിടെ ആരെങ്കിലും അങ്ങനെ ചാണകം പുറക്കി വറ ഉണ്ടാക്കാൻ വന്നാൽ അപ്പം തുടങ്ങില്ല പരിഹാസം അല്ലേ. സ്ത്രീകളെ അമ്മന്നല്ലേ വിളിക്കുക? തായെ തന്നെ വിളിക്കുക. തായി തന്നെ അർത്ഥം അമ്മ, തായെ തണ്ണിക്കൂടമ്മ. എന്തിനും ഒരു ബഹുമാനത്തോടെ തന്നെ കാണാം അവർ. മാത്രമല്ല, നിങ്ങൾ അത്തരം അധികം ബലാത്സംഗങ്ങൾ തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ടോ? ജാതി കൊലപാതകങ്ങളൊക്കെ ഉണ്ട്, ജാതിയുടെ അതൊക്കെ ഉണ്ട്. പക്ഷേ സ്ത്രീ പീഡനങ്ങൾ താരതമ്യേന ഇത്രയും ജാതീയതയുള്ളൊരു ഒരു സമൂഹത്തിൽ അതില്ല. ഇത്രയും അന്ധവിശ്വാസങ്ങൾ മറ്റു പലതും ഉണ്ട് അവിടെ. നാവിലൂടെ ശൂലം കയറ്റുന്ന പരിപാടിയുണ്ട്, ഇതിലെ കമ്പി കുത്തി രണ്ട് ചെറുനാരങ്ങൊക്കെ വെക്കുന്ന പരിപാടി, അതൊക്കെ ഉണ്ട്. പക്ഷേ സ്ത്രീകളായിട്ടുള്ള ഒരു പെരുമാറ്റത്തിൽ അവർ കൊടുക്കുന്ന പരിഗണനയിലും മലയാളിയേക്കാൾ ഭേദമാണ് തമിഴെന്ന് ഞാൻ പറയും. അതിപ്പോൾ അവർക്ക് വിരോധം തോന്നിയാലും അങ്ങനെ ഭാഷ വിരോധം തോന്നാമല്ലോ ചിലപ്പോൾ, പക്ഷേ അതൊരു സത്യമാണ്, നമ്മൾ അനുഭവിച്ചതിന് സത്യമാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ നമ്മൾ പോയി വരുമല്ലോ. അപ്പോൾ അടുത്തുകൂടെ എൻ്റെ ബന്ധുക്കൾ അവിടെ പോയി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെ തമിഴ്നാട്. മലയാളിക്ക് എന്തിനോടൊരു പുച്ഛത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഇപ്പം ഇങ്ങനെ തന്നെ ഞാൻ പറയും, നിങ്ങൾ കോട്ടിട്ടാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സാധാ മലയാളിയുടെ സ്വഭാവമാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പുച്ഛ വരിക. എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുക എന്താ വെച്ചാൽ, ഞാൻ 4-5 പുസ്തകമൊക്കെ ഇറങ്ങിയ മനുഷ്യൻ എന്നെ ഇൻ്റർവ്യൂ, ഞാൻ മുണ്ടെടുത്ത് ഇവിടെ ഇരിക്കുന്നത്, അയാൾ കോട്ടിട്ട് എന്നെ ഇൻ്റർവ്യൂ. മലയാളി എന്ന് വെച്ചാൽ എൻ്റെ കാര്യമല്ല ഞാൻ പറയും, മൊത്തം മലയാളിക്ക് അങ്ങനെ സ്വഭാവമാണ്. നിങ്ങളൊരു കോട്ടിട്ട മനുഷ്യൻ. ഞാൻ ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് കോട്ടിന് വേണ്ടിയാണ്. അത് കുഴപ്പമില്ല, നിങ്ങൾ കംഫർട്ട് തോന്നുന്ന വസ്ത്രം നിങ്ങൾ ധരിക്കുക. അത് ഈ വസ്ത്രത്തിലുണ്ട് ഒരു ഫാസിസം, ഭക്ഷണത്തിലൊക്കെ ഉള്ള പോലെ തന്നെ. നിങ്ങൾക്ക് കംഫർട്ട് ഏത് വസ്ത്രമാണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ധരിക്കാം. പക്ഷേ ഒരുപാട് എനിക്ക് പറ്റത്തില്ല, അപ്പം ഞാൻ ധരിക്കില്ല. അത്രേ ഉള്ളൂ ഇതിലേക്ക്. മലയാളി എന്തിനും പുച്ഛിക്കും, പ്രത്യേകിച്ച് കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടാൽ. അന്ന് ശ്രദ്ധിക്കപ്പെടുന്ന എന്തും, ഇപ്പോൾ സിനിമയാവട്ടെ സാഹിത്യമാവട്ടെ, ഇപ്പോൾ ആടുജീവിതം നോവലിനെതിരെ വരുന്ന വിമർശനങ്ങൾ, സുക്കൂറിന് കാശ് കൊടുത്തോ, എന്തൊക്കെ വിഷയങ്ങളാണ് മലയാളി അറിയേണ്ട കാര്യമുണ്ട്. അല്ല, വേറെ ഒരു ഇൻ്റർവ്യൂ കണ്ടു, അദ്ദേഹം ആടുകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. മലയാളിയുടെ ആദ്യത്തെ ചോദ്യം അതാണ്. അല്ലാതെ ആ മനുഷ്യനെ അതിജീവിച്ചത് എങ്ങനെയാണ്? സുക്കൂറോ നജീബോ, സുക്കൂർ യഥാർത്ഥ പേര്, നജീബ് കഥാപാത്രത്തിൻ്റെ പേര്. ഈ കഥാപാത്രം അതിജീവിച്ചു അത്രയും വിഷയങ്ങളിൽ നിന്ന്. അപ്പോൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾക്ക് അതിജീവിക്കാമല്ലോ എന്നുള്ള ചിന്ത അല്ല വരുന്നത്. ആ മനുഷ്യൻ ആടുകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടോ എന്നുള്ളതാണ് മലയാളിയുടെ ആദ്യത്തെ ചിന്ത. അപ്പോൾ നമ്മൾ എത്രത്തോളം പിന്നിലാണെന്ന് ആലോചിച്ചു. ആ മനുഷ്യനായിട്ട് അപമാനിക്കുന്നതിന് പരമാവധി നമ്മൾ അപമാനിച്ചു യഥാർത്ഥ മനുഷ്യനെ. അല്ല, 2 വിധ അപമാനമുണ്ട്. ഒന്ന് അദ്ദേഹത്തെ അപമാനിക്കുക, ഓക്കെ, പിന്നെ അത് എഴുതിയ ആളാണ്, സിനിമ എടുത്ത ആളാണ്, പിന്നെ മൂന്നാമത്തെ ഈ സിനിമയുടെ ലാഭം അയാൾക്ക് കൊടുക്കണം എന്ന് നിർബന്ധിക്കുക. പിന്നെ മുഴുവൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അയാളോട് ചോദിച്ചു, അതെന്താ അങ്ങനെ? അയാളെ കഥ അയാളെ ജീവിതമല്ല, അത് ഇയാൾ കോപ്പി അടിച്ച് കഥാക്കി ഇയാളെ സിനിമാക്കി മുഴുവൻ കൊടുക്കേണ്ടതാണ് അയാൾക്ക് കാശ്. അത് അങ്ങനെ ഒരു സ്വഭാവമാണെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന എന്തും നിങ്ങൾക്ക്. അതിപ്പോൾ സിനിമയാവട്ടെ സാഹിത്യമാവട്ടെ വ്യക്തികളാവട്ടെ. ഇപ്പം നമ്മൾ ബോച്ചയെ എന്തൊക്കെ കളിയാക്കിയിരുന്നു, ബോബി ചെമ്മണ്ണൂരിന്. അദ്ദേഹമാണല്ലോ 1 കോടി രൂപ ഒരു ഇതുമില്ലാതെ കൊടുക്കുകയും ആ ഒരു കോടി കൊടുത്തോട് കൂടിയാണ് ആ സംഖ്യ മൊത്തം പിരിഞ്ഞ് കിട്ടി രക്ഷപ്പെടേണ്ട അവസ്ഥയിലെത്തിയത്. അപ്പോഴും തുടങ്ങി പരിഹാസം, പഴയ പരിഹാസമെങ്കിലും പിന്നെയും പരിഹസിക്കും. അങ്ങനെയുണ്ട്, കറക്റ്റ്. അത് പിന്നെ നമ്മുടെ മലയാളിയുടെ ആദ്യത്തെ സ്വഭാവം അതാണ്, വർഗീയത. പെട്ടെന്ന് പേര് നോക്കുക, ക്രിസ്ത്യനാണോ ക്രിസംഗി, അബ്ബാസാണോ സുഡാപ്പി, അനിലാണോ സംഗി, നമ്മൾ ഒരു ചാപ്പ ചാർത്തി കഴിഞ്ഞു. പിന്നീടാണ് ആൾ എന്ത് പറയുന്നത്. ഇന്നലെ എന്നെ ഫോട്ടോ എടുക്കാൻ വന്നൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, വിജേഷ് വള്ളിക്കുന്നാണ് പേര് കേട്ട ഫോട്ടോഗ്രാഫർ. അപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹം ഇടതുപക്ഷത്തിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് അമ്മ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്ക് 2 തവണ അവിടെ നാട്ടിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. അതോടുകൂടി ഇടതുപക്ഷ പ്രവർത്തനം ഇദ്ദേഹത്തിന് അകലെ മാത്രമല്ല ഇദ്ദേഹത്തെ സംഖ്യയായിട്ട് ചാപ്പ കുത്തി. ഈ മനുഷ്യന് സൗഹൃദങ്ങളില്ലാതായി. അപ്പോൾ ഒരു സങ്കടത്തോടെ അദ്ദേഹം എന്നോട് ഇന്നലെ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, വൈകിട്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന മനുഷ്യൻ ഈ നേരത്തെ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അമ്മയ്ക്ക് ശരി എന്ന് തോന്നിയ ഒരു കാര്യ രാഷ്ട്രീയം സ്വീകരിച്ചു, മത്സരിച്ച് അവർ നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് വെച്ച് ഈ മകൻ എന്ത് വഹിച്ചു? അല്ല, ഇതിൽ ഏറ്റവും വലിയ തമാശ ഇത് ചെയ്യുന്നത് ഇടതുപക്ഷക്കാരാണ്. അവിടെ നമുക്ക് അതുകൊണ്ട് ഞാൻ പറയാനും കാരണം മറ്റൊരു രാഷ്ട്രീയ പാർട്ടി നമ്മൾ പറയാൻ പോലും പോയില്ലല്ലോ, നമ്മൾ അങ്ങനെ എഴുതി തള്ളും. ഞാനൊക്കെ ഇടതുപക്ഷത്തെ കാണുന്നത് ഏറ്റവും നല്ല പക്ഷം തന്നെ, ഹൃദയപക്ഷം എന്നുള്ള അർത്ഥത്തിൽ നല്ല പക്ഷമായിട്ട് നമ്മൾ കാണാം. അപ്പോൾ അതുകൊണ്ട് അവരെ പോരായ്മകളെ നമ്മൾ പെട്ടെന്ന് കാണും, വിമർശിക്കുകയും ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ളവരോടാണല്ലോ നമുക്ക് പറയാൻ പറ്റും. അതെ, അവസാനത്തെ പ്രതീക്ഷ അവിടെ ആയതുകൊണ്ട് വിമർശനവും കൂടും. അപ്പം അത് പലർക്കും സഹിക്കില്ല, ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ വന്ന് കമന്റ് ഇടും. അതായത് നമ്മളൊരു ബെന്യാമിനോട് ചോദിച്ചൊരു ചോദ്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏകാധിപത്യം രൂപപ്പെട്ടു വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ?
ഇന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഘടന കൃത്യമായിട്ട് ഞാൻ അടുത്ത് നിന്ന് അറിഞ്ഞ ഒരാളാണ്. പാർട്ടി മെമ്പർ അല്ലെങ്കിൽ പോലും കുറ്റ്യാടിയിലായ സമയത്തും, കുറ്റ്യാടിയിലുണ്ട് കുറച്ച് കാലം, പാർട്ടി ഗ്രാമമാണ് അവിടെ. കുറ്റ്യാടിയിലായ കാലത്ത് ഇവിടെ കോട്ടക്കത്തിന് DFI യൂണിറ്റ് പ്രസിഡൻ്റൊക്കെ ആയ കാലത്ത് നമുക്ക് പാർട്ടിയുടെ ഒരു ഘടന അറിയാം. അവിടെ നമുക്ക് ഏകാധിപത്യത്തിന് വകയില്ല. ഇല്ല. പിന്നെ കുറേയൊക്കെ നമ്മൾ ചാർത്തി കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിപ്പോൾ ഈ നല്ലത് അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്നത് നമ്മൾ കുറ്റം പറയും എന്ന് പറയുമ്പോൾ തുടർഭരണം കിട്ടിയപ്പോൾ അങ്ങനെ തുറന്നു പറയാലോ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ കുറച്ചധികം വിമർശനം, ആദ്യത്തെ ഭരണത്തിന് നിങ്ങൾ അത്ര വിമർശനം നേരിടേണ്ടി വന്നിട്ടില്ല. തുടർഭരണം കിട്ടിയപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. ഇനി ഒരു ഭരണം കൂടി കിട്ടി ഇതിലേറെ വിമർശനം നേരിടേണ്ടി വരും. മുഖ്യമന്ത്രി കണ്ടിന്യൂ ചെയ്താൽ ശൈലജ ടീച്ചറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്ര വിമർശനം കിട്ടിക്കോളും. അല്ല, അത് അങ്ങനെ ഒരു ചിന്തയുണ്ടല്ലോ, ശൈലജ ടീച്ചറെ വെട്ടി നിർത്തി. അല്ല, അങ്ങനെയാണ് എനിക്കങ്ങനെ തോന്നുന്നില്ല പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ഘടന കുറച്ചെങ്കിലും എനിക്ക് അറിയാവുന്നത് കൊണ്ടും എൻ്റെ അവസാനത്തെ പ്രതീക്ഷ പാർട്ടിയിലായതുകൊണ്ടും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഏകാധിപത്യം ഏകാധിപത്യം വരുന്നുണ്ട്. പക്ഷേ റഷ്യയിലൊക്കെ കൃത്യമായിട്ട് അത് സംഭവിച്ച കാര്യമാണ്. ആദ്യം ജാഗരൂകരായിരിക്കണം, ഒരു ശ്രദ്ധ വേണം, അണികൾക്ക് വേണം, ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർക്ക് വേണം. ഒരു തോക്ക് ശത്രുവിനെതിരെയും സ്വയം അല്ല, അങ്ങനെ തന്നെയാണ് അത്. റഷ്യയിലൊക്കെ സംഭവിച്ച് നമുക്ക് കൃത്യമായിട്ട് ചരിത്രം പഠിച്ചവർക്ക് അറിയാം. ആ പാർട്ടി സർവാധിപത്യത്തിലേക്കും പിന്നെ ഒരു വ്യക്തിയിലേക്കും ഏകാധിപത്യത്തിലേക്കും ചുരുങ്ങി അതങ്ങനെ ഇല്ലാതായി പോയി ആ ഒരു മനോഹരമായ സ്വപ്നം. അങ്ങനെ ആവാതിരിക്കട്ടെ കേരളത്തിൽ. അതിൽ നിങ്ങളെ പറഞ്ഞ പോലെ ജാഗ്രത ഉണ്ടായാൽ മതി. ഇടതുപക്ഷം സ്നേഹിക്കുന്നവർക്കും അതിലെ പ്രവർത്തകരും ഒക്കെ നല്ല ജാഗ്രത ബോധമുള്ളവരാണ്. എനിക്കറിയാവുന്നവരെങ്കിലും വളരെ താഴെത്തട്ട വലിയവരെ നമുക്കറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ അനിയനൊക്കെ പാർട്ടി പ്രവർത്തകരാണ്. അവൻ്റെ ഒരു പെരുമാറ്റം, വീട്ടിലെ രീതിയും, അവൻ്റെ ഭാര്യയോട് പെരുമാറുന്നത്, എൻ്റെ ഉമ്മയെ നോക്കിയതൊക്കെ അവനാണ്. അവൻ്റെ ഒരു മനുഷ്യത്വം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രതീക്ഷ തന്നെയാണ്. അത്തരം ആളുകളുടെ പ്രതീക്ഷയുള്ളൂ. പിന്നെ അപ്പുറത്തുള്ള മുസ്ലിം ലീഗുകാരും മറ്റുള്ളവരൊക്കെ അവരെയും കാണുന്നുണ്ട്, അവരുടെ പെരുമാറ്റം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയം ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ കുറേയൊക്കെ നിർണ്ണയിക്കും, ഒരുപാട് നിർണ്ണയിക്കും. അവൻ്റെ പെരുമാറ്റങ്ങൾ നിർണ്ണയിക്കും, പിന്നെ സംസ്കാരത്തെ വരെ ചിലപ്പോൾ നിർണ്ണയിച്ചേക്കാം. എൻ്റെ അവസാനത്തെ പ്രതീക്ഷ ഇടതുപക്ഷമാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു ഏകാധിപത്യം വളർന്നു വരുന്നുണ്ട് ആശങ്കയൊന്നും എനിക്കില്ല. കാരണം ആ ഒരു സംവിധാനത്തിൽ അത് പറ്റില്ല, അത് പുറന്തള്ളൂ. അപ്പോൾ ഒരു കാലത്ത് അച്യുതാനന്ദനായ സമയത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു, അച്യുതാനന്ദൻ പിണറായി പോരാണ്, അത് എങ്ങോട്ട് പോയി ഇപ്പോൾ ഒതുക്കി നമ്മൾ വാദം അപ്പുറത്തോട്ട് വരും. ഇനിയിപ്പോൾ പിണറായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പിണറായി അദ്ദേഹത്തെ സ്നേഹിക്കൽ തുടങ്ങും. നല്ല മനുഷ്യനായിരുന്നു, എന്തൊക്കെ പറഞ്ഞാലും നല്ല മുഖ്യമന്ത്രി ആയിരുന്നു, അങ്ങനെ പലതും അങ്ങനെയല്ല. ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനവും എനിക്ക് പ്രതീക്ഷയുള്ള പ്രസ്ഥാനവും ആയതുകൊണ്ട് അതിലൊരു ഏകാധിപത്യം വളർന്നു വരുന്നുണ്ടെന്ന് എനിക്ക് അനുഭവപ്പെടുന്നില്ല. അത് ചിലപ്പോൾ എൻ്റെ പോരായ്മയായിരിക്കാം. പുറമെയുള്ള ഒരാൾക്ക് തുറന്ന സമീപനമുള്ളവർക്ക് ഇപ്പോൾ ബെന്യാമിൻ സാർ അങ്ങനെ പറഞ്ഞെങ്കിൽ അദ്ദേഹം പുറമെ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം തോന്നുന്നുണ്ടാവാം അത് അദ്ദേഹത്തിന് ശരി അല്ല. അദ്ദേഹത്തിന് അങ്ങനെ ഏകാധിപത്യം ഉണ്ട് എന്നൊരു അഭിപ്രായം ഇല്ല. ഓക്കെ, ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, പൊതുവായിട്ടുള്ളൊരു വിമർശനം അത് ചില കാര്യങ്ങളിലൊക്കെ നമ്മളത് അങ്ങനെ ഏകാധിപത്യം അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ പൂച്ചട്ടി എടുത്ത് മണ്ടക്കടിക്കുകയും മറ്റു പ്രവർത്തകരല്ലേ, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഇടതുപക്ഷം പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് അണികൾ ഒട്ടും ചെയ്യാൻ പാടില്ല. നമുക്ക് വിയോജിപ്പുള്ള ഒരുപാട് മേഖലയുണ്ട്, പല കാര്യങ്ങളുണ്ട്. അങ്ങനെ തുറന്നു പറയാനും ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ വിയോജിപ്പുണ്ട്. എങ്കിലും അവസാനത്തെ പ്രതീക്ഷ ഇടതുപക്ഷമാണ്. ഒരു വ്യക്തിയല്ല ഉദ്ദേശിച്ചത്, പക്ഷെ നല്ല ആശയം അത് ഉൾക്കൊണ്ട മനുഷ്യരിലാണ് എൻ്റെ അവസാനത്തെ പ്രതീക്ഷ. അതുകൂടി പോയാൽ പിന്നെ ഞാനൊക്കെ എവിടെയാണ് പ്രതീക്ഷിക്കുക? സാധാരണക്കാരൻ്റെ പാർട്ടി ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് എന്നാണ് അടിത്തട്ടിൽ. പക്ഷെ ഒരു മാധ്യമങ്ങൾ സൃഷ്ടിച്ചൊരു ബോധമുണ്ട്, അത് വല്ലാണ്ട് അകന്നു പോയി. അതായത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എപ്പോഴും കട്ടൻ ചായയും പരിപ്പോടിയും തന്നെ കഴിക്കണം, ദിനേശ് പീടി വലിക്കണം, കോള കുടിക്കരുത്. അങ്ങനെയല്ല. നമ്മൾ ജനാധിപത്യ രാജ്യത്തിൽ ശാസ്ത്രം പുരോഗമിക്കുന്നു, എല്ലാം പുരോഗമിക്കുന്നു. ഒരു MLA യുടെ ശമ്പളം എത്രയാണെന്ന് നമുക്കറിയാലോ, അതനുസരിച്ച് അദ്ദേഹത്തിന് ജീവിക്കാം. എന്തുകൊണ്ട് കട്ടൻ ചായൻ്റെ കുടിക്കണമെന്ന് വാശിയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള അദ്ദേഹം കഴിക്കട്ടെ. ഈ ജനാധിപത്യ ബോധം ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണത്. അങ്ങനെ ഉണ്ടല്ലോ, ഒരു MLA-ക്ക് അത്യാവശ്യം ശമ്പളമുണ്ട്, അല്ലെങ്കിൽ ജീവിക്കാനുള്ള ചുറ്റുപാട് പുറത്തുണ്ടെങ്കിൽ അദ്ദേഹം അപ്പോഴും മുഷിഞ്ഞ കള്ളി തുണി കൊടുത്ത് ദിനേശ് പീടിയും വലിച്ച് കുത്തിയിരിക്കണം എന്നാണ് ഈ പറയുന്നത്. ഒരു ചുരുങ്ങിയത് ഒരു IT-യിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ജീവിത നിലവാരമെങ്കിലും അയാൾക്കാവാം. അതൊക്കെ ആവുന്നുള്ളൂ, അതിനപ്പുറം പോകുന്നൊന്നുമില്ല. അപൂർവം വ്യക്തികൾ പോകുന്നുണ്ടാവും, അത് തിരുത്തപ്പെടുന്നുണ്ടാവും. തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാ കാലം തിരുത്തിയിട്ടുണ്ട്, സ്വയം നവീകരിക്കുകയും തിരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് തെറ്റുകൾ. അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതാണ് നമ്മളെ പ്രതീക്ഷ. ഇനി വേറൊരു കാര്യം, എഴുത്ത്, വായന, സ്വന്തമായി ഭാഷ പഠിച്ച് സ്വന്തമായി വായന പഠിച്ച് എഴുത്തുകാരനായ ഒരാളാണ്. ഇതിൽ കൂടുതൽ ഒരു എഴുത്തിനെ പറ്റിയും വായനയെ പറ്റിയും പഠിക്കാൻ വേറൊരു ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. അപ്പം എന്തിനാണ് നമ്മുടെ കുട്ടികൾ വായിക്കണോ? അവർക്കിപ്പോൾ TV ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഗെയിംസ് ഉണ്ട്, അങ്ങനെ പലതരം ഉണ്ട്. പക്ഷെ എന്തിനാണ് പുസ്തകങ്ങൾ വായിക്കേണ്ടത്? കുട്ടി എന്നോട് ചോദിച്ചാൽ ആദ്യം കുട്ടികൾ ഭൂമിയിൽ എവിടെയും ഏത് സംസ്ഥാനത്ത് താമസിക്കുന്ന ഒരു ഭാഷ പഠിക്കണം.
നിങ്ങൾ ഭാഷ പഠിപ്പിക്കുന്നത് സ്കൂളിൽ നിന്ന് ഒരു പരിധി ഉണ്ടാവും. ഞാൻ പറഞ്ഞു നേരത്തെ 8 വരെ പഠിച്ചൊരു കുട്ടിക്ക് പിന്നെ ഫിക്ഷൻ വായിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒന്നാമത് നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടല്ലോ, ആളുകളായിട്ട് സംസാരിക്കാൻ ഇടപഴകാനുള്ള, അതിനൊരു പരിധി വരെ നിങ്ങളെ പുസ്തകങ്ങൾ സഹായിക്കും. അത് ഫിക്ഷനാണെന്ന് ഞാൻ പറയുന്നില്ല, പുസ്തകങ്ങൾ സഹായിക്കും. മറ്റൊന്ന്, നിങ്ങൾ അറിയാത്ത ജീവിതങ്ങളുണ്ടാവും. ഒരു കുട്ടി അറിയാത്ത ജീവിതങ്ങൾ, വിശപ്പറിയാത്ത കുട്ടി ഉണ്ടാവും. വിശപ്പ് അറിഞ്ഞ കുട്ടി ആഡംബരം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു കുട്ടിയോ ഒരു മനുഷ്യനാവട്ടെ, വായിക്കുന്ന ഒരു വ്യക്തി ഒരു ജീവിതമല്ല ജീവിക്കുന്നത്, ഒരുപാട് മനുഷ്യരുടെ ജീവിതം നിങ്ങൾക്ക് ജീവിക്കാം. ഇത് വേണമെന്ന് നിർബന്ധം ഞാൻ പറയില്ല, വായന നിർബന്ധമാണ് എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ വായിച്ചാൽ ഇങ്ങനെ ചില ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവും. ഇപ്പോൾ റോട്ടിലൊരു പൂച്ചക്കുട്ടി കിടക്കുന്നതിനാലും മഴ നനിയാണ്, നിങ്ങളൊരു വായന ഇച്ചിരി അലുവൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വായിക്കുന്ന മനുഷ്യൻ അവൻ അറിയാതെ ഉള്ളിലൊരു പരിണാമം വരും. വായന ഒറ്റയടിക്ക് നിങ്ങളെ മാറ്റി തീർക്കൊന്നുമില്ല. ഇല്ല വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കും എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഒരു ഭക്ഷണം തന്നെ വേണം. അങ്ങനെ കിടുമ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ല. നിങ്ങൾ മെല്ലെ മെല്ലെ നിങ്ങളിൽ മാറ്റം വരും. നിങ്ങളെ സഹജീവികളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരും. നിങ്ങളെ ബന്ധങ്ങൾ, ഭാര്യയോടോ മക്കളോടോ ആരാവട്ടെ, ഒരു കരുണയും അരിവും ഒരു സോഫ്റ്റ് ഒരു കടുംപിടുത്തം അങ്ങ് പോകും. നിങ്ങൾക്ക് ഒരുപാട് ജീവിതങ്ങൾ നിങ്ങൾ അറിയുന്നത് കൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ മകനോ മകളോ ഒരു പൂച്ചക്കുട്ടിയെ സ്കൂൾ വിട്ട് വരുമ്പോൾ എടുത്ത് കൊണ്ടുവന്ന ദൂരെ കളയെന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നില്ല. നിങ്ങളതിലൊരു കൂടോ ഒരു സ്ഥലമോ ഒരുക്കി കൊടുത്ത് കുറച്ചും കൂടി നല്ല മനുഷ്യരാവും നിങ്ങൾ. എന്ന് വെച്ചാൽ വായിച്ചത് കൊണ്ട് മാത്രമാവില്ല, ഇതൊരു സാധ്യത മാത്രമാണ്. ചിലർ പറയും വായിച്ചാൽ നല്ല മനുഷ്യനാവും. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. വായിക്കുന്ന ഒരുപാട് മോശപ്പെട്ട മനുഷ്യരെ എനിക്കറിയാം. ഞാനും മോശപ്പെട്ട മനുഷ്യനായിരിക്കാം ചിലപ്പോൾ. വായിച്ചുകൊണ്ട് മാത്രം ഒരു മനുഷ്യൻ നന്നാവില്ല. പക്ഷേ സാധ്യതകളുണ്ട് ഈ വായന കൊണ്ട്. നിങ്ങൾക്ക് കുറേ കൂടി നല്ല മനുഷ്യരാവാനുള്ള ഒരു സാധ്യതയുണ്ട്, കൃത്യമായ സാധ്യതയുണ്ട്. അങ്ങനെ ആയവരെ നമുക്ക് അറിയുകയും ചെയ്യാം. ഇനി ഒരാൾക്ക് നല്ല മനുഷ്യനാവാൻ ആഗ്രഹമില്ല എന്ന് വിചാരിക്കും, വേറെ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ വായന കൊണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന് ഭാഷ കമ്മ്യൂണിക്കേഷൻ ചെയ്യാമല്ലോ, സ്കില്ല് വളരുമല്ലോ. നിങ്ങൾക്ക് നന്നാവൊന്നും വേണ്ട. നിങ്ങൾ തർക്കിക്കണം, എനിക്ക് കുറച്ച് പോയിന്റൊക്കെ പഠിച്ചു വെച്ച് തർക്കിക്കണമെങ്കിൽ പോലും ഞാൻ വായിക്കണം. മാത്രമല്ല നിങ്ങൾ നിങ്ങൾ കാഴ്ച ഉണ്ടല്ലോ, ഫോണിൽ കാണുന്ന കാഴ്ചകൾ നിങ്ങൾ മിന്നി മറിഞ്ഞു പോകണം. നിങ്ങൾ തരച്ചോളം പതിയില്ല, നിലനിൽക്കില്ല അത് കാലാകാലത്തിൽ. പക്ഷെ നിങ്ങൾ വായിച്ചത് കാര്യങ്ങൾ അത് മറ്റൊരു തരത്തിലാണ് നിങ്ങൾ തലച്ചോറ് വർക്കൗട്ട് ചെയ്യുക. അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ ജീവിതത്തോടും കൃത്യമായിട്ട്. ഇപ്പോൾ എത്രയോ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം അല്ലേ? വളരെ കുറഞ്ഞ സിനിമകൾ നിങ്ങളെ ഓർമ്മയിൽ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. വളരെ ചുരുക്കം അല്ലേ? പുസ്തകങ്ങൾ അങ്ങനെയല്ല, ഏതെങ്കിലും നിലക്ക് നിങ്ങളെ സ്വാധീനിക്കും. ചവറാണെങ്കിൽ പോലും ആ ഒരു ഓർമ്മ നിങ്ങളെ മനസ്സിലുണ്ടോ, ഇങ്ങനെ ചവറ വായിച്ചല്ലോ എന്നുള്ള അതെങ്കിലും ഉണ്ടാവും. പുസ്തകത്തിന് അങ്ങനെ സ്വാധീനമുണ്ട്. മനുഷ്യൻ്റെ കണ്ണ് അങ്ങോട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല കുട്ടികൾ കാർട്ടൂണൊക്കെ കാണുമ്പോൾ, ഫോണിലോ ലാപ്പിലൊക്കെ കാണുമ്പോൾ അവർക്ക് സങ്കല്പിക്കാൻ ഒരു സിസ്റ്റം ഇല്ല, പൂർണ്ണമായി കഴിഞ്ഞു. കുറുക്കൻ അവിടെയുണ്ട്, മൊയിൽ ഇവിടെയുണ്ട്, സിംഹമുണ്ട്, അവർ സങ്കല്പിക്കാനില്ല, കണ്ടാൽ മതി, ചുമ്മാ എളുപ്പമുള്ളത്. പക്ഷെ വായിക്കുമ്പോൾ അങ്ങനെയല്ല. ആ ഒരു കുട്ടി കാണുന്ന സിംഹമല്ല മറ്റേ കുട്ടി ഭാവനയിൽ കാണാം. അങ്ങനെ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാട് കുട്ടികൾക്ക് ഉണ്ടാക്കിയിട്ട്, അതെ, അവൻ്റെ കാട് ആയിരിക്കും അത്. ഞാൻ കാണുന്ന ഗസാക്കാവില്ല നിങ്ങൾ കാണുന്ന ഗസാക്ക്. വേറെ ലോകങ്ങൾ ഒന്നിൽ നിന്ന് കിട്ടും. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് അത് കിട്ടില്ല. നിങ്ങൾ വീഡിയോ ഗെയിമിന് അത് കിട്ടില്ല. എന്ന് വെച്ചാൽ അത് മോശമാണെന്ന് ഞാൻ പറയില്ല. കളിക്കാം, കുട്ടികൾക്ക് അതും ആവാം. അവർക്ക് എല്ലാ വിനോദം വേണമല്ലോ. കൂടെ ഇച്ചിരി വായനയും കൂടി ഉണ്ടെങ്കിൽ ജീവിക്കാൻ കുറച്ചുകൂടി സുഖകരമാവും. അല്ലാതെ മഹത്തായ കാര്യങ്ങളൊന്നും വായന കൊണ്ട് സംഭവിക്കില്ല. എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ലഹരി വായനയാണോ അബ്ബാസ്? അത് എനിക്കല്ലേ, എനിക്ക് വായന തന്നെയാണ് ലഹരി. ഇപ്പം എന്നോട് നിങ്ങൾ മദ്യപിക്കില്ലെങ്കിൽ പോലും ഒരു ഫുൾ ബോട്ടിൽ എന്ത് വിസ്കി റമ്മോ തരട്ടെ എന്ന് ചോദിച്ചാൽ പോലും അതവിടെ ഇരിക്കട്ടെ, നിങ്ങൾ എനിക്കൊരു പുസ്തകം തരുമെന്ന് ഞാൻ പറയും. എന്നെ സംബന്ധിച്ച് എഴുത്തിനേക്കാളും ലഹരി വായനയാണ്. ഞാൻ എഴുതുന്നത് വളരെ കുറച്ചും 4 പുസ്തകങ്ങൾ എനിക്കാകെയുള്ളൂ. ഞാൻ വായിക്കുന്നത് അതിലെ ഒരുപാടാണ്. കുന്നോളം വായിച്ചിട്ട് ഒരു കൈപ്പിടി മണ്ണോളം എഴുതുക, അങ്ങനത്തെ ആ ഒരു ലൈനാണ് നമ്മളത്. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയധികം വായനയുണ്ട്, പക്ഷേ വായനയുള്ള ഒരാൾക്ക് അനുഭവം ഇല്ലെങ്കിലോ? വായന ഉള്ള ആൾക്ക് അനുഭവം ഇല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ കാണുന്നത് വായന ഉണ്ട്, വായനയുള്ളത് കൊണ്ടാണ് എഴുതാൻ പറ്റിയത്. അത് ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പായിട്ടുണ്ട്. ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. പക്ഷെ അപ്പോഴും ഇത്രയധികം ഒരുപക്ഷെ താങ്കളെക്കാൾ വളരെയധികം വായനയുള്ളവരും വളരെയധികം പഠിപ്പും വിദ്യാഭ്യാസം ഉള്ളവരെക്കാളും ഭംഗിയായിട്ട് എഴുതാൻ കഴിയുന്നത് അനുഭവം കൊണ്ടല്ലേ? തീർച്ചയായിട്ടും അനുഭവങ്ങളാണ് നിങ്ങളെ നിർണ്ണയിക്കുന്നത്. അത് നിങ്ങൾ സിനിമാക്കാരനായാലും സംഗീതജ്ഞനായാലും. നമ്മൾ ഈ ഒരു കർണാടക സംഗീതത്തിന് അനുഭവം വേണ്ട. എം എസ് കൃഷ്ണയുടെ അനുഭവങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ശാസ്ത്രീയ സംഗീതത്തിന്, കർണാടക സംഗീതത്തിന് അനുഭവങ്ങൾ വേണം, ജീവിതാനുഭവങ്ങൾ വേണം. എഴുത്തുകാരന് വേണം, സിനിമാക്കാരന് വേണം, ചിത്രകാരന് വേണം, മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ആൾക്ക് വേണം, ജീവിതാനുഭവം വേണം.
അനുഭവങ്ങൾ എല്ലാ കലയിലും സാഹിത്യത്തിലും ഗുണം ചെയ്യുകയുള്ളൂ. ചിലപ്പോൾ ജീവിതത്തിൽ നമ്മളത് സങ്കടപ്പെടുത്തിയേക്കാം, ദുഃഖിപ്പിച്ചേക്കാം, പിന്നോട്ടടിച്ചേക്കാം ചിലപ്പോൾ. പക്ഷെ അങ്ങനെ ക്രിയാത്മകതയ്ക്ക് ഗുണം ചെയ്യുക ചെയ്യുക അനുഭവങ്ങൾ എന്ന് വെച്ച് നമുക്ക് അനുഭവം ബെസ്റ്റ് ആക്ടറിന് മമ്മൂട്ടി തേടി ചെന്ന് പോയ അനുഭവം തേടി ചെല്ലാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യുന്ന അനുഭവങ്ങൾ കൃത്രിമമായിരിക്കും. അത് നമ്മൾ പല സാഹിത്യ സൃഷ്ടിയിൽ നമുക്കത് കാണാം. കൃത്രിമമായിട്ട് അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും എന്നിട്ട് സാഹിത്യത്തിലേക്ക് പറിച്ചു നടുകയും ചെയ്യുമ്പോൾ അത് മുഴിച്ചു നിൽക്കും. നിങ്ങൾ ബഷീറിനെ വായിക്കുമ്പോൾ എവിടെയും നിങ്ങൾ തടഞ്ഞു നിൽക്കില്ല. ഇത് സംഭവിച്ചോ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കില്ല. കാരണം ആ ഫ്ലോ അങ്ങ് നിങ്ങൾക്ക് കിട്ടും. അത് കാരണം അദ്ദേഹം അനുഭവിച്ചാണ് അല്ലേ. വേറെ ചില എഴുത്തുകാരൊക്കെ നമ്മൾ ഇതുണ്ടാവും, നമുക്കൊരു ശങ്കയിക്കാരം അല്ലേ, പലതരത്തിലുണ്ടാവും. അപ്പോൾ അനുഭവം ഉണ്ടെങ്കിൽ കുറേ കൂടി നല്ല എഴുത്തുകാരനാവാം. എന്ന് വെച്ചാൽ അനുഭവം മാത്രമേ നിങ്ങൾക്കുള്ളൂ എങ്കിൽ എഴുത്തുകാരനൊന്നും ആവില്ലല്ലോ. അപ്പോൾ എല്ലാ മനുഷ്യർക്കും അനുഭവങ്ങൾ ഉണ്ടാവാം അല്ലേ. അത് പറഞ്ഞ് ഫലിപ്പിച്ച ഒരു ഭാഷ അത് വായനയിലൂടെ കിട്ടുന്നു. അത്രേ ഉള്ളൂ. ഈ എഴുത്തിനെ ഒരു വലിയ സംഭവമായിട്ട് എടുക്കുന്നതുകൊണ്ടൊരു പ്രശ്നമാണ് അതൊക്കെ. സാഹിത്യത്തിന് വലിയൊരു സംഭവമായിട്ട് എടുക്കുന്നത്. എഴുത്തുകാരൻ എന്തോ ഉയരത്തിലാണ്, അവരെ വിളിച്ചിരുത്തി അഭിമുഖം നടത്തണം, അങ്ങനത്തെ ചിന്തയുണ്ടല്ലോ. അതിൻ്റെ ആവശ്യമില്ല. വായനക്കാരനാണ് യഥാർത്ഥത്തിൽ രാജാവ്. അപ്പം നിങ്ങൾ കാശ് കൊടുത്ത് എൻ്റെ പുസ്തകം വാങ്ങിയില്ലെങ്കിൽ ഞാനൊന്നും എഴുത്തുകാരനില്ല. അല്ല, എന്നിട്ട് നിങ്ങൾക്ക് 100 രൂപയിൽ 10 രൂപ കിട്ടുന്നുള്ളൂ. അല്ല, അത് ഒരു സിസ്റ്റമാണ് നമ്മളെ. എനിക്ക് 10 ആണെങ്കിൽ അത് കുറച്ച് വിറ്റ് പോകുന്ന എഴുത്തുകാർക്ക് 10 അല്ല, 90% ഉണ്ട്. അധികം കിട്ടുന്നവരുണ്ട്, 35-30 കിട്ടുന്നവരുണ്ട്. അത് അവർ വിറ്റ് പോകുന്നതനുസരിച്ച്, ക്വാളിറ്റിക്ക് അനുസരിച്ച്. ഡിമാൻഡ് സപ്ലൈ. അതെ, അതെല്ലാ മേഖലയിലും ഉള്ളത്. പുസ്തകം ഒരു വിശുദ്ധ വസ്തുവേ അല്ല. ഇതിൻ്റെ പിന്നിൽ എത്രയോ തൊഴിലാളികൾ അധ്വാനമുണ്ട്, നമ്മൾ എപ്പോഴും പറയുന്നത്. അതുകൊണ്ട് തന്നെ വിറ്റ് പോകുന്ന പുസ്തകങ്ങൾ, ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി പോലുള്ള പുസ്തകങ്ങൾ നമുക്ക് വേണം. അതിന് സാഹിത്യ ഗുണമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ 2 ലക്ഷം കോപ്പി അത് വിറ്റുപോയത്. 3 വർഷം ആയിക്കോട്ടെ. ചിലരത് മോശമെന്നാണ് പറയുന്നത്, പൈങ്കിളിയാണ് പൾപ്പ് സാഹിത്യം എന്നൊക്കെ പറയുന്നവരുണ്ട്. എനിക്ക് കാഴ്ചപ്പാടില്ല. ഞാനത് വായിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ അതൊരു മോശം പുസ്തകമാവുന്നില്ല. ഞാനത് പറയാൻ കാരണം അത് എന്റർടൈനിങ് ആണ്. അത് ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ തുടക്കത്തിൽ പറയുന്നുണ്ട് ഇതൊരു സിനിമ കഥ പോലെ നിങ്ങൾക്ക് വായിച്ചു പോകാം. പക്ഷെ അവന് സിനിമാറ്റിക്. പക്ഷെ അവന് പൊങ്കാലിടുന്ന എത്ര ഫേസ്ബുക്ക് കുറിപ്പുകളോ ഒരു ഒറ്റ പേര് കേട്ട സാഹിത്യകാരൻ പോലും തുടക്കത്തിൽ. അല്ല, അയാളെ പൊങ്കാലിടുന്നതുകൊണ്ട് അയാളുടെ പുസ്തകം വിറ്റ് പോകുന്നുണ്ട്. നല്ലത്. ഞാൻ പറഞ്ഞു, വിറ്റ് പോകുന്ന പുസ്തകങ്ങൾ നമുക്ക് വേണം. ഇപ്പോൾ 3 വർഷം കൂടുമ്പോൾ ഒരു പതിപ്പിറങ്ങുന്ന ഒരു അബ്ബാസിന്റെ പുസ്തകം കൊണ്ട് ഒരു തൊഴിൽ മേഖല മുന്നോട്ട് പോയില്ല. അവിടെ പ്രസ്സിൽ ജീവനക്കാരൻ, ഞാൻ മാതൃഭൂമിയുടെ പ്രസ് കണ്ടു രാമനാട്ടുകാരെ ആവശ്യങ്ങൾക്ക് പോയപ്പോൾ 100 കണക്കിന് തൊഴിലാളികളുടെ പണിയെടുക്കുന്നത്. അവർക്ക് ശമ്പളം കൊടുക്കണേ ഈ പുസ്തകം വിൽക്കന്നെ വേണം, വിൽക്കണേ വായനക്കാരെ വാങ്ങുക തന്നെ വേണം, വാങ്ങണേ അവനെ ഇഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും വേണം. അത് റാം കെയർ ഓഫ് ആനന്ദി ആയാലും ഗസാക്കിന്റെ ഇതിഹാസമായാലും നമുക്ക് മഹത്തായ സാഹിത്യം ഉണ്ടായിക്കോളും. ഗസാക്കൊക്കെ ഉണ്ടാവും, അത് ഒരിക്കലേ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ അപ്പോൾ ഈ വായിക്കപ്പെടുന്ന പുസ്തകങ്ങൾ ഉണ്ടാവണം. എംനാ വിജയുടെ പുസ്തകം നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നല്ലൊരു പുസ്തകം, നന്നായിട്ട് വിറ്റ് പോകുന്ന പുസ്തകം. ഞാൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞ പൾപ്പ് ഫിക്ഷനാണ്, പൈങ്കിളിയാണെന്നൊക്കെ. നമുക്ക് കാഴ്ചപ്പാടില്ല. അത് ആസ്വദിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. ഞാനൊക്കെ, നമ്മളൊക്കെ ജോസി വാഗമറ്റത്തിന് ഒക്കെ വായിച്ചാണ്. അതായത് ഈ നമ്മളൊക്കെ പമ്മൻ വായിച്ചപ്പോൾ ഇതില്ല, ഫോണില്ല, നമ്മള് മുട്ടത്ത് വർക്കിയൊക്കെ വായിച്ച പോലെ. കാരണം അവർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല, കറക്റ്റ്. അതെ, അല്ലാതെ ജനിച്ച ഉടനെ ആരും പോയി ദസ്തയേവ്സ്കിയോ ടോൾസ്റ്റോയൊന്നും വായിക്കില്ലല്ലോ. വെല്ലത്തിന് എല്ലാവരും വളരാ. വീടോടെ എണീറ്റ് ജനിച്ചോടെ എണീറ്റ് നടക്കുന്ന കുട്ടിയൊന്നും ഇല്ലല്ലോ. ജനിച്ചോടെ ഇരുന്ന് അഭിമുഖത്തിന്റെ അഭ്യാസം നിങ്ങളുണ്ടാവില്ലല്ലോ. നമ്മൾ മെല്ലെ മെല്ലെ വളരാം. അതുപോലെ തന്നെ എഴുത്തിന്റെ കാര്യത്തിൽ വായിച്ച് വളരെ തന്നെ ചെയ്യാം. ഞാൻ അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ആദ്യം ഞാൻ വായിച്ച കഥ ഉമ്മയെ പറ്റിയ. ഉമ്മയുടെ ഇപ്പോഴത്തെ ഇപ്പൊ ഓർമ്മയില്ല ആൾക്ക്. ഉമ്മ ഇല്ല, ഇപ്പോൾ മരിച്ചു ഈ നോമ്പിൽ. ഓക്കെ. പിന്നെ ഉപ്പയെ പറ്റിയും എഴുതിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത്ര ദാരിദ്ര്യത്തിലും ഇത്ര ബുദ്ധിമുട്ടിൻ്റെ ഉള്ളിലും വളരെ ആഴത്തിൽ സ്നേഹിച്ച മാതാപിതാക്കളാൽ അനുഗ്രഹീതനായ ഒരാളാണ്. തീർച്ചയായിട്ടും അല്ലേ? അപ്പം ഇതൊരു അത് വളർന്നു വരുമ്പോൾ, അത് വളർന്നപ്പോൾ അത് അങ്ങനത്തെ ഒരു ബോധ്യം ഉണ്ടായിരുന്നോ? പിന്നെ നമ്മൾ എൻ്റെ ഒരു ഉമ്മയിപ്പി മാത്രമല്ല, ഒരു കാലഘട്ടത്തിലെ എല്ലാ ഉമ്മമാരും ഉപ്പമാരും അല്ലെങ്കിൽ അച്ഛനമ്മമാർ മക്കളെ നന്നായിട്ട് സ്നേഹിക്കുകയും അവരെ വയറ് എങ്ങനെ നിറയ്ക്കുക എന്നുള്ള ചിന്ത മാത്രം. എന്ന് വെച്ചാൽ ദാരിദ്ര്യം അത്രയ്ക്കാണ്. തൊഴിൽ ചിലപ്പോൾ തറവാടിൻ്റെ പേരൊക്കെ വലുതായിരിക്കാം, അത് വയറെന്നറിയില്ലല്ലോ തറവാടിൻ്റെ പേരിൻ്റെ കരുതി. അപ്പോൾ എല്ലാവരും അത്തരം മക്കളെ സ്നേഹിച്ച അച്ഛനമ്മമാർ തന്നെയാണ്. അതിലൊരു അച്ഛനും അമ്മയാണ് എൻ്റെ അച്ഛനും അമ്മയും. പക്ഷേ എനിക്ക് ഈ ഭാഷ വഴങ്ങുന്നതുകൊണ്ട് ഞാൻ അവരെ പറ്റി എഴുതി. ഇത് എഴുതാൻ പറ്റാത്ത എത്രയോ മക്കളുണ്ട്. അവരമ്മയെ പറ്റി എഴുതാൻ പറ്റാത്ത, അച്ഛനെ പറ്റി എഴുതാൻ പറ്റാത്തവർ. എൻ്റെ കമൻറ്റ് തന്നെ പറയണ്ട, അബ്ബാസ്ക എനിക്കിങ്ങനെ എഴുതാൻ പറ്റുന്നില്ല എൻ്റെ അച്ഛനെ പറ്റി. എന്ന് വെച്ചാൽ അച്ഛൻ പട്ടിണി കിടന്ന് മക്കളെ കൂട്ടിയ ഇഷ്ടംപോലെ മക്കളുണ്ട്. അവരെ നമ്മളറിയാത്തത് അവർക്ക് എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് സിനിമ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതായത്
മക്കളെ ഓർത്ത് മാത്രം ആത്മഹത്യ ചെയ്യാത്ത അമ്മമാർ എത്രയോ അമ്മമാരുണ്ട്. ഒരുപാട് പീഡനങ്ങൾ സഹിക്കുമ്പോഴും മക്കൾ വളരട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ സൂയിസൈഡ് ചെയ്യാതെ പലതും കടിച്ചു പിടിച്ചത് അമ്മമാർ. ആ അമ്മയ്ക്കോ മക്കൾക്കോ ഭാഷയില്ല. ഭാഷ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നല്ല നിങ്ങൾ വായിക്കുക, അതിഗംഭീരമായ സാധനങ്ങൾ നിങ്ങൾ വായിക്കും. കരച്ചിൽ നിർത്താൻ പറ്റാത്ത സാധനങ്ങൾ. അത് കഷ്ടകാലത്തിന് അവർക്ക് ഭാഷയില്ല, അവർക്ക് സമയമില്ല. ഒന്നാമത് ഈ സാധാരണ മനുഷ്യർക്ക് എവിടെയാണ് വായിക്കാനൊക്കെ സമയം. അല്ല, അത് അവരുടെ കഥ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവുന്ന അവർക്ക് ആത്മവിശ്വാസവും ഇല്ല. അതെ അതെ അതെ. ഒന്നത് ഒരു കാരണം അങ്ങനെയാവാം. പിന്നെ സത്യം പറഞ്ഞാൽ ഇവർക്ക് സമയമില്ല. അപ്പോൾ നമ്മൾ അറിയുന്ന ജീവിതങ്ങൾ കുറേ ഉണ്ട്. ഞാൻ ആലോചിക്കുമ്പോൾ ഇവർക്ക് സമയമില്ല. എൻ്റെ കാര്യത്തിൽ ഇത് ഭ്രാന്ത് പോലെ വായന കൂടിയതുകൊണ്ട് ഞാൻ കണ്ടെത്തുന്ന സമയമാണ്, അല്ല വീണ് കിട്ടുന്ന സമയമല്ല. നമ്മൾ നിർബന്ധമായിട്ടും പിടിച്ചെടുക്കില്ല. അവർക്ക് 24 മണിക്കൂറേ ഉള്ളല്ലോ. നിങ്ങൾക്കും എനിക്കും അമേരിക്കൻ പ്രസിഡന്റിനൊക്കെ 24 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ നമ്മളത് സ്വരൂപിച്ചെടുക്കുന്ന സമയമാണ് എഴുതാൻ. പക്ഷെ അവർക്ക് അതിന് പറ്റുന്നില്ല. നമ്മൾ ഭാഷയില്ല, സമയമില്ല. ജീവിതത്തിൻ്റെ രണ്ടറ്റം അങ്ങനെ കൂട്ടിമുട്ടിക്കുക എന്നുള്ള പരിപാടി ഇപ്പോഴും ഉണ്ട് അടിത്തട്ടിൽ. വലിയ പാടുപെടുന്ന ഒരു ദിവസം കൂട്ടിമുട്ടിക്കുക എന്നുള്ള വലിയ കാര്യമായിട്ട് വലിയ പ്രയാസമായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അത് അധികം അസംഘടിത മേഖലയാണ്. യൂണിയൻ ഉണ്ടാവില്ല, ഞങ്ങൾക്ക് പെയിൻറ്റ് പണിക്കാൻ യൂണിയൻ ഉണ്ടാവില്ല, ചാന്ത പണിക്കാൻ വാർക്ക പണിക്കാൻ യൂണിയൻ ഇല്ല. അവനവിടെ വീണ് മണ്ട പൊട്ടിയാൽ ഏറിയാൽ ആ വീട്ടുകാരെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവരും കുറ്റം പറയാൻ വയ്യ. അവരുടെ അത്ര കാശൊന്നുണ്ടാവും. പിന്നെ ആ മനുഷ്യൻ കിടന്ന് അറിയിക്കണം അവിടെ. അതൊരു സംഘടന സെറ്റപ്പൊന്നും ഇല്ല. അത് ഇണ്ടിട്ടായിട്ടും കാര്യമില്ല. ചിലർക്കൊക്കെ സംഘടന ഉണ്ട്, അവിടെയും ചൂഷണം നടക്കുക. സംഘടനയുടെ പേരിൽ പിരിവും അത് സുഗമമായിട്ട് മുന്നോട്ട് പോകും. ഈ ജീവനക്കാരുടെ കാര്യത്തിൽ ഒന്നും നടക്കത്തില്ല. അപ്പോൾ അസംഘടിത മേഖലയിലുള്ള മനുഷ്യർ ഇപ്പോഴും കേരളത്തിൽ നമ്മൾ പുരോഗമിച്ചു, പട്ടിണിയില്ല എന്നൊക്കെ പറയും. ഇപ്പോൾ മധുവിനെ തല്ലിക്കൊന്നത് നമ്മളെന്തോ ഭക്ഷണം മോഷ്ടിച്ചതിന് 2018 സെക്രട്ടറിയുടെ അടുത്തൊരു വൃദ്ധം മരിച്ചത് പട്ടിണി കിടന്നിട്ടല്ലേ അല്ലേ? അതിപ്പോഴും ഉണ്ട് കേരളത്തിലുണ്ട്. പക്ഷെ അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് കൊറോണ സമയത്തൊക്കെ നമ്മൾ അങ്ങ് അപ്പോഴാണ് അറിയുന്നത് ഒരുപാട്. എന്നുവെച്ചാൽ വലിയ വീടുണ്ടാവാം, ഗൾഫിലൊക്കെ പോയിട്ട് ലോൺ എടുത്തുണ്ടാക്കിയ വീടുണ്ട്. അവിടെയുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല, ഇവിടെ വരുമാനം നിലച്ചു, ഭക്ഷണം ഇല്ലാഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കഥകൾ അക്കാലത്ത് പറയുകയും നമ്മളെ നേരിട്ട് കാണുകയും ചെയ്തു. എന്നുവെച്ചാൽ കിറ്റൊക്കെ വിതരണം ചെയ്യുമ്പോൾ ഈ ഒരു അത്യാവശ്യം നല്ല വാർപ്പ് വീട്ടിലൊക്കെ നമ്മളത് കൊണ്ടുപോകില്ല കിറ്റ്. കാരണം അവർക്ക് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിക്കുക. സത്യത്തിൽ അവർക്കില്ല. അവർക്കിതൊന്ന് പറയാനും വെച്ചാൽ പിന്നെ അറിഞ്ഞ ആളുകൾ കൊടുക്കൽ തുടങ്ങി. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ മലയാളിയുടെ. ഒരു കൊറോണ വന്നാൽ, ഒരു പ്രളയം വന്നാൽ ഒലിച്ചു പോകാവുന്ന സാമ്പത്തിക അവസ്ഥയെ ഒരു ഇടത്തരം മലയാളിക്കുള്ളൂ. അതിന് താഴെയാണ് അടിത്തട്ടുകാരൻ എന്നെ പോലുള്ള. അപ്പോൾ അതുണ്ട്, ദാരിദ്ര്യവും കഷ്ടപ്പാടും നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മൾ പിന്നെ അതൊരു മുഖം മൂടിയിട്ട് നമ്മൾ സമ്പൂർണ്ണ സാക്ഷരരാണ്, പുരോഗമിച്ചവരാണ്, എല്ലാ അർത്ഥത്തിലും മുന്നിലാണ്, മലയാളി പൊളിയാണെന്നൊക്കെ പറയണം. പക്ഷെ അടിത്തട്ടിലോട്ട് ഇറങ്ങിയ കഷ്ടം തന്നെയാണ് എപ്പോഴും കാര്യങ്ങൾ. മാത്രമല്ല ഇപ്പം ഞാനൊക്കെ അനുഭവിച്ച അത്തരം പീഡനങ്ങളൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്നത് നമ്മൾ ബംഗാളികളെന്ന് പുച്ഛത്തോടെ വിളിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണ്. 50,000 രൂപയ്ക്ക് ഒരു ജോലി കരാറെടുത്ത്, ചാന്ത് തേപ്പ് കരാറെടുത്തിട്ട് അതിനൊരു 30,000 കിട്ടുക. അവർ ആ വീട്ടിലാണ് താമസിക്കുക. റൂം വേണ്ട അവർക്ക് സൗകര്യത്തിന് 12 മണിക്കൂറൊക്കെ അധ്വാനിക്കുക. അങ്ങനെ ഉണ്ടാക്കുന്ന ലാഭമാണ്. പക്ഷേ ഈ വീട്ടുകാരൻ ചിന്തിക്കുന്നത് എത്ര ദിവസം കൊണ്ട് ഇവർ ഇത്ര കൂലി കിട്ടിയെന്നോ. എന്തിനും എത്രയോ സ്ഥലങ്ങൾ വഴക്കിട്ട് നമുക്കത് വാങ്ങിക്കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു പരിധി വരെയൊക്കെ നമുക്ക് വഴക്കിടാം. അതിനപ്പുറം പിന്നെ നമ്മളെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് പറ്റില്ല. കഴിവുള്ളവരൊക്കെ ഉണ്ടാവാം. അതിപ്പോഴും അനുഭവിക്കേണ്ട, അവരനുഭവിക്കേണ്ട ഇവിടെ. ഇതേ സാധനം നമ്മൾ അവിടെ പോയി സൗദിയിലും ദുബായിലും മലയാളം അനുഭവിക്കുന്നുണ്ട്. ശമ്പളം കിട്ടാഞ്ഞിട്ടും ആടുജീവിതവും പോത്തുജീവിതവും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആടുജീവിതം ജീവിക്കുന്ന കണ്ടമാനം ബംഗാളിമാർ, മലയാളികളുണ്ട്, ഉണ്ട്. ഇപ്പോൾ ഇതേ ഇഷ്ടം തന്നെ ടൈൽസ് പണിയെടുത്തിട്ട് ആ മനുഷ്യൻ കാശ് വാങ്ങിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനത്തെ കേസ് ഉണ്ടായി. അത് ഒന്നിച്ച് കിട്ടേണ്ടത് അതിൻ്റെ അത് കള്ളപ്പണിയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് 10,000 കുറച്ച് ഈ 10,000 കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ആ മനുഷ്യൻ കണ്ടുവച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും ഒരു ടൈൽസ് ജീവിതം തന്നെയാണ്, ആട് ജീവിതം മാത്രമല്ല. അത് ബെന്യാമിൻ സാർ പറഞ്ഞ് കറക്റ്റാണ്. നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടകഥകളാണ്. എന്ന് വെച്ചാൽ ടൈൽസ് പണിക്കാരുടെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് അത് നമുക്ക് വിശ്വസിക്കാനും പ്രയാസം ഉണ്ടാവും. അവൻ അങ്ങനെ 10,000 കിട്ടാനുണ്ടോ, അത് കിട്ടിയില്ലെങ്കിൽ അവൻ്റെ ജീവിതം മുന്നോട്ട് പോയില്ലേ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. പെട്ടെന്ന് നമ്മൾ അനുഭവിക്കണം, അപ്പോഴേ നമുക്കത് യാഥാർത്ഥ്യമുള്ളൂ. എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ അനുഭവിച്ചത് പോലും ചിലപ്പോൾ കെട്ടുകഥയായിട്ട് മാറുന്നു ഞാൻ എഴുതിയിട്ടില്ല. അതങ്ങനെ ഉണ്ടാവുക. സ്വയം വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് എഴുതി കഴിയുമ്പോഴാണ് ഇത് എൻ്റെ ജീവിതത്തിൽ നടന്നു എന്ന് അറിയുന്നത്. അല്ല, ഞാൻ സൈക്കാട്രിക് വാർഡ് കിടന്ന ആളാണ്. സൈക്കാട്രിക് വാർഡ് കിടന്ന് ഷോക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ വക്കത്ത് വരെ എത്തിയപ്പോൾ ഏട്ടനും ഉപ്പൊക്കെ പാടി ഡോക്ടറെ ചീത്ത പറഞ്ഞ് കൊണ്ടുവന്നവൻ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ എനിക്കത് ആലോചിക്കാൻ കൂടി പോയി, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണോ എന്ന് വെച്ചാൽ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ല, കറണ്ട് അടിപ്പിക്കുക. അപ്പോൾ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാണോ ദൈവമേ എന്നുള്ള ആ ഒരു ആന്തലുണ്ടല്ലോ, അത് അത്ഭുതമാണ്. ഒരു കെട്ടുകഥയാണെന്ന് തന്നെ തോന്നിപ്പോവും. പക്ഷേ സത്യമാണ്. ആ ഹോസ്പിറ്റലിൽ അവിടെയുണ്ട്, ആ ഡോക്ടർ മരിച്ചു, അയാൾ മകനുണ്ട്. ഇത് അറിയുന്നതിൻ്റെ പരിസരത്തുള്ളവരുണ്ട്. അവര് പോലും ഇതൊന്നും അവർക്കൊന്നും ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു അവിശ്വാസം വരും. ഇത് എന്റെ കഥയാവില്ല. ചില സാഹചര്യങ്ങൾ നമ്മൾ അനുഭവിച്ചത് ഞാൻ കണ്ട സിനിമ അതെന്നെ പറയുന്നത്. നമ്മൾ അനുഭവിച്ചതും കെട്ടതായിട്ട് മാറാം ചിലപ്പോൾ. മനുഷ്യരല്ലേ, മനുഷ്യൻ്റെ ഓർമ്മകളുമല്ല. വലിയ ആയുസ്സൊന്നും മനുഷ്യൻ്റെ ഓർമ്മകൾക്കില്ലാതെ തലച്ചോറ് അത്ര വലിയ ശേഷിയൊന്നുമില്ല. നമ്മളെന്തോ വലിയ സംഭവം ആഗ്രഹിക്കുന്നുണ്ട് വെച്ചിട്ട് മനുഷ്യ സത്യത്തിനൊന്നുമല്ല അടിസ്ഥാനമായി ചിന്തിച്ചാൽ. ഒരു കുറച്ചുകൂടി ബുദ്ധിയുള്ള ഒരു കുരങ്ങ്. അതെ, ഒന്നും കൂടി പരിണമിച്ച ആൾക്കുരങ്ങ് അങ്ങനെ പറയാം.
എന്തായാലും വളരെ സന്തോഷം. ഈ ഒരു എപ്പിസോഡ് സാധാരണക്കാർക്കും അടിത്തട്ടിലെ ആളുകൾക്കും മനോരോഗികൾക്കും എല്ലാം ഒരു പ്രചോദനവും ഒരു ആശ്വാസവും ആവട്ടെ എന്ന് വെച്ചാൽ ഇതൊക്കെ 4 പേര് അറിഞ്ഞ് എന്തെങ്കിലും അവർക്കൊരു ഒരു മാറ്റം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ എൻ്റെ ആശ്വാസം. താങ്കളുടെ പുസ്തകം ഈ ഒരു ഇന്റർവ്യൂ 4 പേര് കണ്ടാൽ 4 പേര് പുസ്തകം വാങ്ങി തീർച്ചയായിട്ടും താങ്കൾക്ക് എന്തെങ്കിലും ഞാൻ ആഗ്രഹിക്കണം. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത് അതല്ല. ഞാൻ വായിച്ച പുസ്തകങ്ങൾ, ഞാനങ്ങനെ വലിയ വായനയുള്ള ആളൊന്നുമല്ല, പക്ഷെ എന്നാലും ഇതിനേക്കാൾ വലിയ പുസ്തകങ്ങൾ വരാൻ ഇരിക്കുന്ന ഒരു തൂലികയാണെന്നുള്ളത് എനിക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ സംഭവിക്കട്ടെ. അപ്പം താങ്കൾ വായിച്ചിട്ടുള്ള ലോകോത്തര സാഹിത്യത്തിൽ കിടപിടിക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ വരാനുള്ള എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സന്തോഷം. നമ്മളുടെ പ്രേക്ഷകരോട് എന്തിനു പറയാനുണ്ടോ? എന്ത് പറയാം, ഇത് കണ്ട എല്ലാവർക്കും കുറേയൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവാം. ഇപ്പോൾ സമ്പത്തുള്ളവനായാലും മാനസിക ആരോഗ്യമുള്ളവരായാലും അത് ഇല്ലാത്തവരും മാനസികാരോഗ്യം ഇല്ലാത്തവരുടെ ഒരു അവസ്ഥ കുറേയൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവാം. അപ്പോൾ ഒരു ഇച്ചിരി കരുണയോടെ നോക്കെങ്കിലും ചെയ്യാം. ചേർത്ത് പിടിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷേ നമുക്കൊരു പുഞ്ചിരി കൊണ്ടോ നോട്ടം കൊണ്ടോ അവർക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റും. മിനിമം അവനെ ഭ്രാന്തൻ എന്ന് വിളിക്കാതിരിക്കാം. നമുക്ക് പിരാന്തൻ, അവന് വട്ടാണ് എന്ന് പറയുന്ന തമാശ പറച്ചിലല്ല, സീരിയസ് ആയിട്ട് പറയുന്ന മനുഷ്യരുണ്ട്, അത് ഒഴിവാക്കാം നമുക്ക്. അവന് ശരീരത്തിൽ പനി വരുമ്പോൾ, നിങ്ങൾ ടൈഫോയിഡ് വരുമ്പോൾ മനസ്സിന് തലച്ചോറിന് എന്തോ അസുഖം വന്നോ അത് മാറാവുന്നതേ ഉള്ളൂ എന്ന് അവനൊന്ന് പരിഗണിക്കാനെങ്കിൽ കഴിഞ്ഞാൽ നമ്മൾ ഈ 2 പേരിരുന്ന് വൈകിട്ടരച്ചത് നല്ലതിനാവും. അത്രേ പറയാനുള്ളൂ. വേറെ സന്ദേശങ്ങളൊന്നും പറയാൻ നമ്മളെ കയ്യിൽ, എൻ്റെ കയ്യിലില്ല. ഒത്തിരി സന്തോഷം. താങ്ക് യു.